ഹലോ ഡിയേഴ്സ്. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വർഷം നമുക്ക് ബുക്ക് മാറിയതാണ് അല്ലെ. അപ്പോ പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നാമത്തെ ചാപ്റ്റർ എന്താ? കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാടാ? ഓർഗാനിക് കെമിസ്ട്രി ആണ്. പക്ഷെ നമ്മുടെ 9th ഫസ്റ്റ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പഠിച്ചത് അല്ലേ. പക്ഷെ 9th ലാസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. ഓർമ്മ ഉണ്ടാകുമെന്നില്ല, എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ 9th പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ വർഷം എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് നമുക്ക് ബേസിക് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാം. സർ എന്താ ബേസിക് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നിങ്ങൾ 9th കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, 10th ആവശ്യമായ കെമിസ്ട്രി എന്ത് ചെയ്യും ഞാൻ പറഞ്ഞുതരും. ഓക്കെ ആണോ? അപ്പൊ ഈ ചാപ്റ്റർക്ക് വേണ്ടി ബേസിക് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞുതരും. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ കൂടെ ഒരു പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും ഈ ചാപ്റ്റർ മനസ്സിലാവും. അടുത്ത പാട്ട് നമ്മൾ എന്ത് ചെയ്യും അടുത്ത വീഡിയോയില് അപ്ലോഡ് ചെയ്യും. ഓക്കെ ആണോ? നമ്മൾ മെല്ലെ മെല്ലെ ഈ ചാനൽ എന്ത് ചെയ്യും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ജോഗ്രഫി, ഹിസ്റ്ററി ഇതൊക്കെ എന്ത് ചെയ്യും, ബയോളജി ഇതൊക്കെ എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യും. എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തും ചെയ്യുക. ഓക്കെ ആണോ? കമന്റും കൂടി ഇടുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു നോക്കിക്കോളൂ. എന്താ ചാപ്റ്ററിന്റെ പേര്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം അല്ലേ, അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും. ഇതാണെന്ത് നമ്മളെ ചാപ്റ്റർ അല്ലേ. ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എടാ മക്കൾ, നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത്? എന്താ ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞാൽ എന്താ അറിയോ? എന്താ ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ പഠിച്ചു നോക്കാം. നോക്കിക്കോളൂ. എടാ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാല് കാർബണിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് കെമിസ്ട്രിയിൽ. കാർബൺ. ഇപ്പൊ കാർബൺ സർ എന്താ ഇത്ര പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. ഫസ്റ്റ് നമ്മള് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്താണ്? കാർബണിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖ. അത്രേ ഉള്ളൂ. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിന് എന്താ ചോദിക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവണം, ഒരു കാര്യം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ കാർബണിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ, ആ ശാഖ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്? ഓർഗാനിക് കെമിസ്ട്രി. സെറ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നോക്കിക്കോളൂ. ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കണത് എന്താണ്? ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് എന്താ? അവിടെ കാർബൺ ഉണ്ടല്ലോ, അത് ഓർഗാനിക് കെമിസ്ട്രി ആണല്ലോ. ഇവിടുന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ബേസ് തുടങ്ങുന്നത്. ഈ കാര്യങ്ങൾ നമ്മുടെ ബുക്കിൽ എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ട് പറയുന്നില്ല. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഹൈഡ്രജനും കാർബണും കൂടിയാണ് എന്ത്? ഹൈഡ്രോ കാർബൺ. ഹൈഡ്രജനും കാർബണും കൂടി കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? ഹൈഡ്രോ കാർബൺ വിളിക്കാം. ഹൈഡ്രോ കാർബൺ മനസ്സിലാവുണ്ടല്ലോ. ഹൈഡ്രജനും കാർബണും കൂടി വിളിക്കും, ഹൈഡ്രോ കാർബൺ വിളിക്കും. സർ മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? എടാ എക്സാമിന് എന്ത് വരിക? ക്വസ്റ്റ്യൻ ആണ് വരിക. നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പരിചയപ്പെടണം അല്ലേ മക്കളെ? കാർബൺ ഫോം മോർ കോവാലന്റ് കോമ്പൗണ്ട്സ് അല്ലേ. കാർബൺ ഫോം മോർ കോവാലന്റ് കോമ്പൗണ്ട്. വൈ? എന്തുകൊണ്ടാണ്? എന്താ പറഞ്ഞത്? മലയാളം മീഡിയം കുട്ടികളെ ശ്രദ്ധിക്കാം. മലയാളത്തിലും സ്ലൈഡ് ഉണ്ട് കേട്ടോ. മലയാളം മീഡിയം ശ്രദ്ധിക്കാം. അതായത് കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിലധികം അയോണിക ബന്ധനം ഉണ്ടാക്കുന്നുണ്ട്. അതെന്താ? അപ്പൊ സർ എന്താണ് ഈ അയോണിക ബന്ധനം അല്ലേ? എന്താ അയോണിക ബന്ധനം എന്ന് പറഞ്ഞാല്? കോവാലന്റ് അയോണിക ബന്ധനല്ല, അയോണിക ബന്ധനല്ല, സഹസംയോജക ബന്ധനം. സോറി ട്ടോ, ശ്രദ്ധിക്കണം. അയോണിക ബന്ധനല്ല, സഹസംയോജക ബന്ധനം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോവാലന്റ് ബോണ്ട് പറഞ്ഞാൽ മലയാളം എന്താണ്? സഹസംയോജക ബന്ധനം. അയോണിക് കോമ്പൗണ്ട് അല്ല, അയോണിക് ബോണ്ട് അല്ല, കോവാലന്റ് ബോണ്ട് പറഞ്ഞു. അപ്പൊ സർ എന്താണ് കോവാലന്റ് ബോണ്ടും അല്ലെങ്കിൽ അയോണിക് ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അയോണിക് ബോണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അതറിയണം. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എടാ കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? 6 അല്ലേ. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളില് പഠിച്ചതാണ് എന്തടാ? ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചതല്ലേ? എങ്ങനെ കാർബൺ ചെയ്ത ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പോകും? 2 ഇലക്ട്രോൺ പോകും. സർ മനസ്സിലായി. കെ ഷെല്ലിൽ 2 പോകും. പിന്നെ ഏതാ ഷെല്ലടാ? പിന്നെ കെ കഴിഞ്ഞാൽ KLMN അല്ലേ. പിന്നെ L ആണ്. L എത്ര പോകും? L എത്ര പോരാ?
ഫസ്റ്റ് ഷെല്ലിൽ 2 പിന്നെ 8 പോവില്ലേ? പക്ഷെ നമുക്ക് എത്രയേ ഉള്ളൂ? ആകെ 6 ഉള്ളൂ. അതിൽ 2 പോയി എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. എന്തുള്ളൂ? 4 ഉള്ളൂ. ക്ലിയർ ആണല്ലോ? 2,4 എന്നാണ് വരിക. സർ അപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ പഠിക്കണം. കാരണം കാർബണിന്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ പറഞ്ഞത്? 4 ഇലക്ട്രോൺ. അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്ക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോയിക്കോളൂ. എടാ ഒരു ആറ്റത്തിന്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയാലാണ് അത് സ്റ്റേബിൾ ആകാ, സ്ഥിരത കൈവരിക്കുക? ഇങ്ങനെ മനസ്സിലാക്ക. ഒരു ആറ്റത്തിന്റെ അവസാന ഷെല്ലിൽ, കഴിഞ്ഞ വർഷം പഠിച്ചാണ് കേട്ടോ, ഒരു ആറ്റത്തിന്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ ഉണ്ടായി കഴിഞ്ഞാലാണ് എന്തേ ആ ആറ്റം സ്റ്റേബിൾ ആകുള്ളൂ. പക്ഷെ ഇവിടെ എത്ര അല്ലടാ? ഇവിടെ എത്ര അല്ലത്? ഇവിടെ ആകുള്ളത് 4. അപ്പൊ ഈ ആറ്റം എങ്ങനെ സ്ഥിരത കൈവരിക്കുക? എങ്ങനെ സ്റ്റേബിൾ ആകുക? അത് സിമ്പിൾ ആണ്. നോയിക്കോളൂ. എടാ 8 ഇലക്ട്രോൺ വേണ്ടേ? അപ്പൊ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? 4 സ്വീകരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 4 വിട്ടുകൊടുക്കണം. പക്ഷേ കാർബൺ എന്ത് ചെയ്യില്ല? വിട്ടുകൊടുക്കൂല, സ്വീകരിക്കൂല. വിട്ടുകൊടുക്കൂല, സ്വീകരിക്കൂല. എന്തേ ചെയ്യുള്ളൂ? എടാ കാർബൺ സ്വഭാവം ഉണ്ട്. കാർബൺ എന്ത് ചെയ്യും? ഇലക്ട്രോണെ വിട്ടുകൊടുക്കൂല, ഇലക്ട്രോണെ സ്വീകരിക്കൂല. ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക, ഇലക്ട്രോണെ സ്വീകരിക്കുക ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അയോണിക ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ട്. പക്ഷെ കാർബൺ അങ്ങനെ ചെയ്യാ. കാർബൺ എന്ത് ചെയ്യും? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. എടാ ഞാനൊരു സിപ്പ് മേടിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ 4 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യും? ഒരു സിപ്പ് കൊടുക്കും, ഇല്ലേ? അതുപോലെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അവരൊക്കെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് എന്ത് ചെയ്യും? ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. മനസ്സിലാവണ്ടല്ലേ? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഷെയർ ചെയ്യാ. സർ അതെങ്ങനെയാണ്? എടാ കാർബൺ ഇതാ അവിടെ. കാർബൺ കണ്ടോ? കാർബണിനെ കണ്ടു. അങ്ങനെയാണെങ്കിൽ കാർബണിന് എത്ര വാലൻസ് എത്രയാണ്? 4 ആണ്. വാലൻസ് എന്നാൽ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ആണ്. 4 ഇലക്ട്രോണിനെ ഡോട്ട് ഡയഗ്രം ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. 4 ഇലക്ട്രോൺ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ സാറേ എങ്ങനെയാണ് ഇത് എന്ത് ചെയ്യാ? സ്റ്റേബിൾ ആകുക, ഷെയറിംഗ് എങ്ങനെ ചെയ്യാ? അതായത് ഇയാൾക്ക് 4 കിട്ടിയില്ലേ, ഇനി എത്ര ഷെയർ ചെയ്താൽ മതി? എത്ര വേണം? വെട്ടനാണെങ്കിൽ 4 കൂടി വേണ്ടേ? അപ്പൊ ഇവിടെ ആര് വരും അറിയോ? ആര് വരും എന്നറിയോ? ആര് വരും എന്ന് വെച്ചാല് ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നിരിക്കും. ഹൈഡ്രജൻ വന്നിരിക്കും. ഇവിടെ ആര് വന്നിരിക്കും? ഓരോ ഹൈഡ്രജൻ വരും. ഓരോ ഹൈഡ്രജൻ വരും. ഓരോ ഹൈഡ്രജൻ വരും. സാറേ ഹൈഡ്രജൻ എന്തിനാ വരുന്നത്? എടാ ഹൈഡ്രജന്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതിന്റെ അവസാന ഷെല്ലിൽ ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ. ആ ഹൈഡ്രജൻ സ്റ്റേബിൾ ആണ്. എത്ര മിനിമം എത്ര വേണം? 2 വേണം. ഒരു ഷെല്ല് പൂർണ്ണമാകണം. അല്ലെങ്കിൽ 8 ആവണം. 8 ആവേണ്ട ആവശ്യമില്ല, 2 ആയാൽ മതി ഹൈഡ്രജന്റെ കേസിൽ. പോരെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്യാ? ഈ ഹൈഡ്രജനൊക്കെ എന്തുണ്ട്? ഓരോ ഇലക്ട്രോൺ ഇല്ലേ? ഓരോ ഇലക്ട്രോൺ ഇല്ലേ? ഉണ്ട് സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് ഒരു പാലിടും അല്ലെ? ഇവിടുത്തെ ഇതാണ് ഒരു ബോണ്ട്. ഇതാണ് ഒരു ബോണ്ട്. 2 ഇലക്ട്രോൺസ് കൂടി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഒരു ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ എന്തായി? കാർബണിന് ഈ 4 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട് അല്ലെ? കാർബണിന് ഈ 4 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്, 4 പ്ലസ് എന്തായി? ഇയാളെ 1, 5, 6, 7, 8. ക്ലിയർ ആണോ? സെറ്റ് ആണോ? സർ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബോണ്ട്, ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം. ഇലക്ട്രോൺ ഷെയർ ചെയ്യാണ് ചെയ്യുക, വിട്ടുകൊടുക്കൂല, സ്വീകരിക്കൂല. അപ്പൊ ഹൈഡ്രജനും ഹാപ്പിയാണ്. ഹൈഡ്രജൻ എന്തായി? ഇയാളെ 1 ഈ കാർബണിന്റെ 1 കിട്ടിയില്ലേ? 2 ഈ ഹൈഡ്രജൻ 2 ഇയാൾക്ക് 2 ഇയാൾക്കും എന്ത് ചെയ്തു? 2 കിട്ടി. സെറ്റാണോ? അടിപൊളിയാണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് എന്ത് ചെയ്യും? ചോദിക്കണ്ടത് കാർബൺ ഫോംസ് മോർ കോവാലന്റ് ബോണ്ട്. എന്തുകൊണ്ടാണ്? ഉത്തരം അവിടെ പറയുന്നുണ്ട്. ടെട്രാവാലൻസി ഓഫ് കാർബൺ. കാർബണിന്റെ ടെട്രാവാലൻസി ആണ്. ടെട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഗാനിക് കെമിസ്ട്രി പേരിടാൻ പഠിക്കും. ഒന്നിനെ നമ്മൾ എന്ത് വിളിക്കും അറിയോ? എന്ത് വിളിക്കും? എത്ത്, മെത്ത്, പ്രൊപ്പ് എന്നൊക്കെ വിളിക്കും. അല്ലെങ്കിൽ ഡൈ, ട്രൈ, ടെട്രാ. ഡൈ പറഞ്ഞ 2, ട്രൈ പറഞ്ഞ 3, ടെട്രാ പറഞ്ഞാല് 4. അതുകൊണ്ടാണ് ടെട്രാവാലൻസി എന്ന് പറഞ്ഞത്. ടെട്രാവാലൻസി എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഹൈഡ്രജന് 4 ഇലക്ട്രോൺ ആയതുകൊണ്ടാണ്
ഹൈഡ്രജൻ എന്ത് ചെയ്ത് ഒന്നിലധികം ബോണ്ടുകളൊക്കെ ഉണ്ടാക്കണത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? പിന്നെ പറഞ്ഞു ഹൈ കാറ്റിനേഷൻ. എന്താ സർ ഹൈ കാറ്റിനേഷൻ പറഞ്ഞാല്? ഉയർന്ന കാറ്റിനേഷൻ. മക്കളെ ഉയർന്ന കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നോക്ക, കാർബണും എന്ത് ചെയ്യും? വലിയ ചെയിനുകൾ ഉണ്ടാക്കും. ഇങ്ങനെ എത്ര വലിയ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി കാർബണിന് പറ്റും. എത്ര വലിയ ചെയിൻ ആരുണ്ടാക്കും? കാർബൺ ഉണ്ടാക്കും. അത് കാർബണിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഹൈ കാറ്റിനേഷൻ പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. സർ കാർബണും എത്ര വലിയ ബോണ്ടും ഉണ്ടാക്കും. അതാണ് ഹൈ കാറ്റിനേഷൻ പറഞ്ഞ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നെക്സ്റ്റ് പോയിന്റ് എന്താ? എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ് അല്ലേ? അതായത് എന്താണ്? ഒന്നിലധികം ബോണ്ടുകൾ രൂപപ്പെടുത്താനുള്ള കഴിവ്. അതായത് എടാ കാർബണും തമ്മില് ഒരു ബോണ്ട് മാത്രല്ല, കാർബണും തമ്മില് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കും. കാർബണും തമ്മില് ഡബിൾ ബോണ്ട് ഉണ്ടാക്കും. കാർബണും തമ്മില് ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാക്കും. അതിനെ പറയാ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. ക്ലിയർ ആണോ? അപ്പൊ ക്വസ്റ്റ്യൻ ആണ് കാർബൺ ഫോംസ് മോർ കോവാലന്റ് കോമ്പൗണ്ട്സ്. കാർബൺ എന്താണ്? ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആണ് അല്ലെ? വൈ എന്തുകൊണ്ടാ? കാർബൺ എന്തുകൊണ്ടാണ്? കാർബണിന്റെ പ്രത്യേകത എന്താ? ഇതൊക്കെയാണ് കാർബണിന്റെ പ്രത്യേകത. സെറ്റ് ആണോ? അടിപൊളിയാണോ? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ സർ, ക്ലിയർ ആണ്, ഇതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നോട്ട് പോവാണ്. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ നമ്മുടെ ഹൈഡ്രോ കാർബണിനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, മനസ്സിലാവുണ്ടല്ലോ. രണ്ടാമത്തതാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സർ അപ്പൊ ഇതിന്റെ മലയാളം മീഡിയക്കാർക്ക് മലയാളം പറഞ്ഞില്ലേ? മലയാളം പറഞ്ഞുതരാലോ. അതായത് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂരിത ഹൈഡ്രോ കാർബൺ, പൂരിത എന്ന് പറയാം. അൺസാച്ചുറേറ്റഡ് പറഞ്ഞു കഴിഞ്ഞാല് അപൂരിത ഹൈഡ്രോ കാർബൺ. എന്താണ്? അപൂരിത ഹൈഡ്രോ കാർബൺ. സെറ്റ് ആണോ? പൂരിത ഹൈഡ്രോ കാർബണും അപൂരിത ഹൈഡ്രോ കാർബണും. സർ എന്താണ് ഈ പൂരിത ഹൈഡ്രോ കാർബൺ പറഞ്ഞാല്? സാച്ചുറേറ്റഡ് പറഞ്ഞ എന്താ? കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതെന്താണ്? സാച്ചുറേറ്റഡ് ആണ്, പൂരിതമാണ്. സർ മനസ്സിലായി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടോ കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടോ ദ്വിബന്ധനമോ അല്ലെങ്കിൽ ത്രിബന്ധനമോ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ്. പൂരിതമല്ല, അപൂരിതമാണ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ, മനസ്സിലായി, ക്ലിയർ ആണ്. ഓക്കെ, അതിനാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചു, കാർബണിന്റെ കുറച്ച് സവിശേഷത പഠിച്ചു അല്ലെ? കാർബൺ ഫോംസ് മോർ കോവാലന്റ് ബോണ്ട്, ഒന്നിലധികം ചെയ്യുന്നുണ്ട് കോവാലന്റ് ബോണ്ട്. എന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മള് പഠിച്ചു കഴിഞ്ഞു. അൺസാച്ചുറേറ്റഡും സാച്ചുറേറ്റഡും പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പക്കാ ബേസിക് ആയിട്ട് ഒരു കാര്യം ഫസ്റ്റ് പഠിക്കണം. ആൾവേസ് മേക്ക് 4 ലൈൻസ് ഫ്രം കാർബൺ. ഒരു കാർബണിൽ നിന്നും എല്ലാ സമയത്തും എത്ര ബോണ്ട് പുറത്തു പോകണം? 4 ബോണ്ട് പുറത്തു പോകണം. അപ്പൊ ഒരു കാർബൺ കണ്ടു കഴിഞ്ഞാൽ ആ കാർബണിൽ നിന്ന് എത്ര ബോണ്ട് എപ്പോഴും പുറത്തു പോകണം? എപ്പോഴും 4 ബോണ്ട്. ഇങ്ങോട്ട് 2 പോയി കഴിഞ്ഞാൽ 4 പുറത്തു പോകണം. എന്തുകൊണ്ടാ? വാലൻസി 4 ആണ്, 8 ആക്കണം, എന്നാലേ സ്റ്റേബിൾ ആവുള്ളൂ. ഇങ്ങോട്ട് 3 പോയി, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 1 4 ആയി. അപ്പൊ ഒരു കാർബണിൽ നമ്മൾ വരക്കുമ്പോ ഈ ചാപ്റ്ററിൽ എവിടെ കാർബൺ കണ്ടാലും ആ കാർബണിൽ നിന്ന് എത്ര ബോണ്ട് പുറത്തു പോകണം? 4 ബോണ്ട് പുറത്തു പോകണം. ഇതെന്ത് ചെയ്യാം? നമ്മൾ എപ്പോഴും നമ്മൾ റിമൈൻഡർ ചെയ്യും, നമ്മൾ റിമെമ്പർ ചെയ്യണം. മനസ്സിലാവുണ്ടോ? ഓക്കെ സർ, സെറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ആൽക്കൈൻ അല്ല, ആൽക്ക് ഇത്ര ഉള്ളൂ. ആൽക്ക്, ANE, ആൽക്കൈനുകൾ. സർ എന്താണ് ആൽക്കൈൻ എന്ന് പറഞ്ഞാല്? ആൽക്കൈൻ അല്ല, ആൽക്കൈൻ, ആൽക്കൈൻ, ANE. ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കുക.
ആൽക്കെയിൻ. ആൽക്കെയിൻ മലയാളത്തിൽ തന്നെ പറയാം ആൽക്കെയിൻ. എടാ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കാർബണും കാർബണും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻ. അപ്പൊ സാറല്ലേ പറഞ്ഞത് അതിന് പൂരിതം എന്ന് വിളിക്കാം, അതും വിളിക്കും. പൂരിതം അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് എന്നും വിളിക്കും, സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പൂരിതം എന്നും വിളിക്കും. ക്ലിയർ ആണല്ലോ. കാർബണും കാർബണും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺ ആണ്, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ സർ, മനസ്സിലായി. അത്രേ ഉള്ളൂ ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാർബണും കാർബണും സിംഗിൾ ബോണ്ട് ആണോ ഏകബന്ധനമാണോ അതാണ് ആൽക്കെയിൻ. ഡെഫിനിഷൻ അങ്ങനെ ചോദിക്കുന്നില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കാർബൺ, ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കാർബൺ നമ്പർ ഓഫ് കാർബൺ, കാർബണിന്റെ എണ്ണം ഒന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്താ മലയാളത്തിൽ പറയാ, ഘടന എന്തേക്കാരം, ഘടന എന്തേക്കാരം, സ്ട്രക്ചർ എങ്ങനെ വരക്കാം. എടാ ഒരു കാർബൺ അല്ലേ, ഒരു കാർബൺ വരക്കുക. ആ കാർബണിൽ നിന്ന് എത്ര ബോണ്ട് പുറത്തു പോകണം, 4 പോകണം സർ, 4 പോകണം. 4 ഫസ്റ്റ് പോയി. ഇതാണ് സ്ട്രക്ചർ. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ. അവിടുത്തെ കാര്യം വരും, ഹൈഡ്രജൻ കയറി വരും, കാര്യം കയറി വരും, ഓരോരോ ഹൈഡ്രജൻ കയറി വരും. ആ സർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കണ്ടൻസ്ഡ് ഫോർമുല മലയാളത്തിൽ അതിനെ പറയാ, കണ്ടൻസ്ഡ് ഫോർമുല തന്നെ മലയാളത്തിൽ ഇത് ചെയ്യട്ടോ, മാറ്റൊന്നുമില്ല. എടാ കണ്ടൻസ്ഡ് ഫോർമുല ആണല്ലേ, ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, ഇവരൊരു ചാക്കിലേക്ക് ഇടാണെങ്കിൽ എന്ത് ചെയ്യും, ചാക്കിൽ കൊള്ളുവോ ഇല്ല, കയ്യും കാലൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ ബോണ്ടുകളൊക്കെ, അതിലൊന്ന് ഒതുക്കണം, കണ്ടൻസ് ചെയ്യണം. കണ്ടന്റ് നമ്മള് ഫിലിമൊക്കെ കണ്ടാ പറയും അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു തരുമോ അല്ലെ, ചെറുതാക്കി പറഞ്ഞു തരുമോ, ചെറുതാക്കാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാ, ഒന്ന് ഒതുക്കുക. ഒതുക്കുക. എത്ര സി ആടാ, ഒരു സി. ഈ സീന്റെ കൂടെ എത്ര എച്ച് ഉണ്ട്, 4 എച്ച് ഇല്ലേ, അപ്പോ CH4, CH4. സർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്താ, മോളിക്കുലാർ ഫോർമുല ആകെ എത്ര സി ഉണ്ട് നോക്കുക, ആകെ എത്ര സി ആ, ഒരു സി. ആകെ എത്ര എച്ച് ഉണ്ട് നോക്കുക, 4 എച്ച്. അപ്പൊ സർ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്ര വാക്യം എന്ന് പറയും കേട്ടോ, തന്മാത്ര സൂത്രം അല്ലെങ്കിൽ തന്മാത്ര വാക്യം എന്ന് പറയും കേട്ടോ. അതെന്താ സർ, രണ്ടും ഒന്നല്ലേ. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോളൂ, ഇത്രേ ഉള്ളൂ. മാത്രം 2 കാർബൺ ആക്കി, 2 കാർബൺ സ്ട്രക്ചർ വരിക. ഫസ്റ്റ് 2 കാർബൺ വരക്കണം. പിന്നെ ഇത് എന്താണ്, ആൽക്കൈൻ അല്ലേ. ആൽക്കൈൻ ആകുമ്പോൾ 2 കാർബണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതെന്തേക്കാരം, 2 കാർബണുകൾ തമ്മിലുള്ള ബോണ്ട് എന്തേലും ആൽക്കൈൻ ആകുമ്പോ സിംഗിൾ ബോണ്ട്. അതാണ് ആൽക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ ബോണ്ട് അല്ല. അപ്പൊ സിംഗിൾ ബോണ്ട് ആൽക്കൈൻ ആയി. മനസ്സിലാവുണ്ടല്ലോ. ഓക്കെ സർ. 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒറ്റ ബോണ്ട് ആണെങ്കിൽ, ഏകബന്ധനമാണെങ്കിൽ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതാണ് എന്ത് ആൽക്കൈൻ. അങ്ങനെയാണ് അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാർബണിൽ എത്ര ബോണ്ട് പോകണം, 4 പോകണം. ഒന്ന് ഇങ്ങോട്ട് പോയില്ലേ, 2 3 4. ഈ കാർബൺ ഒന്ന് ഇങ്ങോട്ട് പോയില്ലേ, 2 3 4. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിന് രീതി ഉണ്ട്, ഇങ്ങനെ ചെയ്യണം. ഇന്നലെ വെച്ചാൻ പാടുള്ളൂ. ചില ആളുകൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എച്ച് ഇടും, ഇങ്ങനെ പോകും, അപ്പൊ തെറ്റിപ്പോവും. എന്നിട്ട് അവിടെയൊക്കെ എന്തിടാ, നമ്മള് എച്ച് ഇടാൻ പോയി നോക്കാം. ഇവിടെയൊക്കെ എന്തിടാ, ഇവിടെയൊക്കെ നമ്മള് എച്ച് ഇട, ബോണ്ടിലൊക്കെ എന്ത് കൊണ്ടിടാ, എച്ച് ഇട. സെറ്റാണോ? ഇനി ഇതൊക്കെ ഇങ്ങനെ നിൽക്കല്ലേ, അങ്ങനെ കണ്ടൻസ് ചെയ്യണം. കണ്ടൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടാ ഒരു സി അല്ലേ, കാർബണും കാർബണും തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്ത് ഒഴിവാക്കരുത്, അത് എപ്പോഴും എഴുതണം. മനസ്സിലാവുണ്ടല്ലോ. ആ ബോണ്ട് നമ്മൾ എപ്പോഴും ചെയ്യണം, ഇടണം. അത് ഇടാൻ മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ. ഓക്കെ സർ. അപ്പൊ കാർബണും കാർബണും തമ്മിലുള്ള ബോണ്ട് എങ്ങനെ, കുറച്ച് ഗ്യാപ്പ് ഇട്ട് എന്ത് ചെയ്തു, ഞാൻ അത് ഇട്ടു. ഇനി ഈ കാർബണിന്റെ കൂടെ എത്ര എച്ചാ, 1 2 3 അല്ലേ, 3 എച്ച് അല്ലേ. ഓക്കെ സർ. അപ്പൊ ആ സീന്റെ കൂടെ 3 എച്ച്, CH3 അല്ലെ. ഈ സീന്റെ കൂടെ 1 2 3 എച്ച് ഉണ്ട്. മനസ്സിലായോ. പിന്നെ ഈ വര, ആ വര ഇട്ടു. പിന്നെ സി, ആ സി ആണിത്. പിന്നെ എത്ര എച്ചാ, 1 2 3 അല്ലേ. അപ്പോ എന്താണ്, CH3 എന്ന് വരും. എന്ത് വരും, CH3 എന്ന് വരും. ശ്രദ്ധിക്കട്ടോ, CH3 എന്ന് വരും. CH3 സിംഗിൾ ബോണ്ട് CH3 അല്ലെ. ഈ ബോണ്ട് കാർബണും കാർബണും തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും കാണിക്കണം. അത് ഇവിടെ കാണിക്കണം, അത് കാണിക്കാതെ വെക്കരുത്. സെറ്റാണോ?
ഓക്കെ സർ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്താ? എടാ മോളിക്കുലാർ ഫോർമുല തന്മാത്ര വാക്ക് എന്ന് പറഞ്ഞാൽ ആകെ എത്ര സി ആണ്? ആകെ എത്ര സി ആടാ? 2C സർ, 2C. അപ്പൊ C2 അല്ലേ? ആകെ എത്ര എച്ചടാ? ആകെ എത്ര എച്ചാ? 1 2 3 4 5 6. അപ്പോ C2H6. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് രണ്ടും വേറെ വേറെ ആണെന്നുള്ളത്? സെറ്റ് ആണോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. 3 കാർബൺ ആണെങ്കിലോ അല്ലേ? 3 കാർബൺ ആണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്തു ഞാൻ? ഏകബന്ധനല്ലേ, ആൽക്കൈൻ അല്ലേ, അതുകൊണ്ട് കാർബൺ ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന ബോണ്ട് എന്താണ്? സിംഗിൾ ബോണ്ട്. ഇനി ഓരോ കാർബണിന് എത്ര ബോണ്ട് പുറത്തു പോകണം? 4 എണ്ണം പോകണം. ഇവിടേക്ക് 3 എണ്ണം പോയി. എടാ ഈ കാർബണിന് 2 എണ്ണം ഒന്ന് ഇങ്ങോട്ടും പോയില്ലേ? ഇനി എത്ര എണ്ണം മതി? 2 എണ്ണം മതി. അത് ഇങ്ങോട്ടും പോകും. ഈ കാർബൺ ഒന്നല്ലേ പോലുള്ളൂ? 2 3 4. അവിടെ ആരെ കൊണ്ടുപോയിടുക? എച്ചിനെ കൊണ്ടുപോയിടുക. അവിടെ ആരെ കൊണ്ടുപോയിടുക? എച്ചിനെ കൊണ്ടുപോയിടുക. സെറ്റ് ആണോ? ഇവിടെ കൊണ്ടുപോയിടരുത് കേട്ടോ. ഇവിടെ കൊണ്ടുപോയിടരുത്. ഞാൻ തിരിച്ച പോലെ തെറ്റിക്കരുത്. അത് അവിടെ കൊണ്ടുപോയിടരുത് കേട്ടോ. ഇത് കാർബണും കാർബണും ഇല്ലാകുന്ന പോണ്ട. അവിടെ കൊണ്ടുവരുത്. അവിടെ ഈ കാർബൺ ആരുണ്ട്? ഈ കാർബൺ ഉണ്ട്. പിന്നെ എച്ചിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ വെച്ചിട്ടു, ഇവിടെ വെച്ചിട്ടു, ഇവിടെ വെച്ചിട്ടു, ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര സി? എത്ര ഈ സി ഇല്ലേ? ആ സി കണ്ടൻസർ ഫോർമുലയാണ്. അതിന്റെ കൂടെ എത്ര എച്ച് ഉണ്ട്? 3H ആണ് സർ. 3H ആണ് അല്ലേ? 1 മിനിറ്റ് കേട്ടോ. 3H ആണ്. അപ്പോ CH3. എടാ പിന്നെ ഒരു സിംഗിൾ ബോണ്ട് അല്ലേ? ആ സിംഗിൾ ബോണ്ട് കാണിക്കാം. പിന്നെ ഒരു സി അല്ലേ? ആ സി കാണിച്ചു. അതിന്റെ കൂടെ എത്ര എച്ചാ? 2H ഉള്ളു സർ. 2 ഉള്ളു. അപ്പൊ CH2 എന്നുള്ളൂ. പിന്നെന്താണ്? ഒരു സിംഗിൾ ബോണ്ട് അല്ലേ? ആ സിംഗിൾ ബോണ്ട് കാണിച്ചു. പിന്നെ ഒരു സി അല്ലേ? ആ സിയും കാണിച്ചു. അതിന്റെ കൂടെ എത്ര എച്ചാ? 1 2 3H ആണ്. CH3 CH2 CH3. മോളിക്കുലാർ ഫോർമുല തന്മാത്ര വാക്യം എന്താ? ആകെ എത്ര സി? സർ ആകെ എത്ര സി? ആകെ 3C C3. ആകെ എത്ര എച്ചാ? ഇവിടെ ആയാലും ഇവിടെ ആയാലും എച്ചിന് എണ്ണം കണക്കാം. 3 3 6 7 8 C3H8. ക്ലിയർ ആണോ? സെറ്റ് ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോയിക്കോളൂ. ഇതെനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എടാ നമ്മൾ അതിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്തു? പഠിച്ചപ്പോ ഇവിടെ എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി കോമൺ ഫാക്ടർ എന്തെങ്കിലും കോമൺ ഫാക്ടർ കാണാൻ പറ്റുന്നുണ്ടോ? സർ എന്താ കോമൺ ഫാക്ടർ? അതായത് നോയിക്കോളൂ. നമുക്ക് ഇവിടെ എന്താ കിട്ടിയടാ? ഇവിടെ CH4 C2H6 അല്ലേ? CH4 നമുക്ക് ഇവിടെ കിട്ടിയത് CH4. പിന്നെ രണ്ടാമത്തെ എന്ത് കിട്ടിയത്? C2H6 കിട്ടി. പിന്നെ C3H8 കിട്ടി. C3H8 കിട്ടിയില്ലേ? എവിടെ കിട്ടിയത് സർ? എവിടെ കിട്ടിയത്? ഇതാ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോയിക്കോളൂ അല്ലേ? CH4 C2H6 C3H8 കണ്ടില്ലേ? C3H8. ഓക്കെ, C3H8. ഇവിടെ എന്തെങ്കിലും കോമൺ തിങ്സ് ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ട് സർ. എടാ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര സീന്റെ കൂടുതലുണ്ട്? ഒരു സീന്ന് 2C ആയില്ലേ? അപ്പൊ ഒരു സി കൂടി. 4H 6H ആയില്ലേ? അപ്പൊ എത്ര H കൂടി? 2H കൂടി. CH2 കൂടി. CH2 സർ മനസ്സിലായി. എടാ ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് എത്ര H കൂടുന്നുണ്ട്? എടാ C2 C3 ആയില്ലേ? അപ്പൊ ഒരു സി കൂടി. 6 8 ആയില്ലേ? അപ്പൊ 2. അപ്പോ CH2 ഗ്രൂപ്പിന്റെ ആവർത്തനം ഉണ്ട് അല്ലേ? CH2 ഗ്രൂപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഇല്ലേ? അത് മനസ്സിലായില്ലേ? അവിടെ ഒരു CH2 ഗ്രൂപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു കാര്യം വരുന്നുണ്ട്. CH2 ഗ്രൂപ്പിന്റെ ഒരു മാറ്റം വരുന്നുണ്ട് ഇല്ലേ? അതാണ് ഇവിടുത്തെ കോമൺ തിങ്സ്. ക്ലിയർ ആണോ? സെറ്റ് ആയോ? കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ അതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോയിക്കോ. അതായത് CH2 ഗ്രൂപ്പിന്റെ ഒരു ആവർത്തനം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജനറൽ ഫോർമുല കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇവിടെ പറയുന്നുണ്ട് എന്താ? The members can be represented by a general formula. അല്ലെ? ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഒരു ജനറൽ ഫോർമുല കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അംഗങ്ങളെ പൊതുവായ വാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു.
അല്ലേ? പറ്റുന്നുണ്ട്. എങ്ങനെ നോയിക്കോളൂ. അതായത് ഇതിന്റെ ഒരു ജനറൽ ഫോർമുലയാണ്, പഠിച്ചു വെക്കുക. CN എന്താണ്? CN H2n plus 2. CN H2n plus 2. ക്ലിയർ ആണോ? CN H2n plus 2. ഓക്കെ സർ, മനസ്സിലായി. CN H2n plus 2 ഇതാണ് ഇതിന്റെ പൊതുവാക്യം, ജനറൽ ഫോർമുല. CN H2n plus 2. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? അങ്ങനെയാണ് സർ. എന്ത് സംഭവം? അതായത് നമ്മള് ഇവിടെ ടേബിൾ നമ്മൾ കണ്ടില്ലേ? ഈ ടേബിൾ കണ്ടില്ലേ? കണ്ടു സർ, ടേബിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ടേബിളില് നമുക്ക് എന്താണ്, രണ്ട് കാർബൺ ആയപ്പോ അതിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് കാർബൺ ആണെങ്കിൽ അവിടെ അതിന്റെ മോളിക്കുലാർ ഫോർമുല കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത്രേ ഉള്ളൂ. കാർബണിന്റെ നമ്പർ 2 അല്ലേ? കാർബണിന്റെ നമ്പർ 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കാർബണാ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ. എന്താണ്? നമ്പർ ഓഫ് കാർബൺ. എന്ന് പറഞ്ഞ അവിടുത്തെ N എന്താണ്? നമ്പർ ഓഫ് കാർബൺ. C എന്താണ്? കാർബൺ തന്നെ, C. അങ്ങനെയാണെങ്കിൽ എടാ രണ്ട് കാർബണിലെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മോളിക്കുലാർ ഫോർമുല കാണാം. അപ്പൊ എന്ത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എങ്ങനെ ഇതാ? എടാ C എത്ര? C-യാ? എന്റെ നമ്പർ ഓഫ് കാർബൺ അല്ലേ? എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ, C2. പിന്നെ C2 H അല്ലേ? H അതേപോലെ എഴുതി. പിന്നെ 2 അതേപോലെ എഴുതി, കോൺസ്റ്റന്റ് മാറൂല. പിന്നെ 2 ഇൻറ്റു എന്നാണ്. N എത്ര? N നമ്പർ ഓഫ് കാർബൺ 2 കാർബൺ അല്ലേ? 2 പ്ലസ് 2. അപ്പൊ C2 2 ഇൻറ്റു 2 4, 4 പ്ലസ് 2 6, C2H6. എടാ കിട്ടിയില്ലേ? ഇവിടെ കണ്ടങ്ങള് 2 കാർബൺ ആയപ്പോ C2H6 അല്ലായിരുന്നോ? അത് നമ്മൾ എന്തിന്ന് കണ്ടു? ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടു. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ CH2 ഗ്രൂപ്പിന്റെ ഒരു ആവർത്തനം വരികയാണെങ്കിൽ ഇത്തരം ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഹോമലോഗസ് സീരീസ്. ഈ വർഷങ്ങൾ ബുക്കിൽ തന്നെ പറയണമെന്നില്ല, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ എന്തായിരുന്നു? ഹോമലോഗസ് സീരീസ് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ CH2 ഗ്രൂപ്പിന്റെ ആവർത്തനം വരികയാണെങ്കിൽ അതിനെന്ത് വിളിക്കുന്നു? ഹോമലോഗസ് സീരീസ്. ഇതിന്റെ ജനറൽ ഫോർമുല എന്താ? ആൽക്കൈൻ ആണ്. കാർബണും സിംഗിൾ ബോണ്ട് വരികയാണെങ്കിൽ അതിനാണ് ആൽക്കൈൻ എന്ന് വിളിക്കുക. അതിന്റെ ജനറൽ ഫോർമുല എന്താ? CH2n plus 2. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ സർ കാർബണും ഡബിൾ ബോണ്ട് പഠിക്കും, അത് ആൽക്കീൻ ആകും. സർ കാർബൺ ട്രിപ്പിൾ ബോണ്ട് പഠിക്കോ, ത്രിബന്ധനം പഠിക്കും, അത് ആൽക്കൈൻ ആവും. അപ്പൊ അതിന് ഇക്വേഷൻ മാറും. ആൽക്കൈൻ ആവുമ്പോ CH2n plus 2. ആൽക്കീൻ ആവുമ്പോ CnH2n ഉണ്ടാവുള്ളൂ. ആൽക്കൈൻ ആവുമ്പോഴോ CnH2n plus 2 ഉണ്ടാവും, -2 ആവും. സിമ്പിളാ പഠിക്കാൻ. ഒന്ന് +2 ഉണ്ടാകും, പിന്നെ +2 ഒന്നും ഉണ്ടാവില്ല, H2n മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ എന്തുണ്ടാകും? -2 ആവും. തെറ്റാണോ സർ? മനസ്സിലാകുന്നുണ്ട്? ക്ലിയർ ആണ്? ഓക്കെ ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് സക്സസീവ് മെമ്പേഴ്സ് ഡിഫറെന്റ് ബൈ CH2 ഗ്രൂപ്പ്. CH2 ഗ്രൂപ്പിന്റെ എന്തുണ്ട്? ആവർത്തനം കാണാൻ പറ്റുന്നുണ്ട്. ഇവരൊക്കെ ഒരു സമവാക്യം കൊണ്ട് എന്ത് പ്രതിനിധീകരിക്കാനും പറ്റുന്നുണ്ട് പറഞ്ഞു. പിന്നെന്താ? there is a regular gradation their physical properties. അംഗങ്ങളുടെ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു. എടാ ഈ അംഗങ്ങളുടെ എന്ത് പറഞ്ഞത് നോക്കിക്കോളൂ. ഈ അംഗങ്ങളുടെ എവിടെ ഏത് അംഗങ്ങള്? ഈ അംഗങ്ങളുണ്ടല്ലോ അല്ലെ? CH4, അതേപോലെ C2H6, അതേപോലെ C3H8. ഇവരുടെ ഒക്കെ എന്തേ കാര്യം? ഇവിടെയൊക്കെ എന്ത് ചെയ്യും? അവരുടെ രാസഗുണങ്ങളിൽ അല്ലെ? അതല്ല ഇവിടെ പറഞ്ഞത്. നമ്മള് നോക്കിക്കോളൂ, ഇവിടെ പറയുന്നുണ്ട്, പോയിന്റ് പറയുന്നുണ്ട്. എന്താ പോയിന്റ് പറഞ്ഞത്? ഇസ് ദ റെഗുലർ ഗ്രേഡിയേഷൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? റെഗുലർ ആയിട്ട് എന്ത് ചെയ്യും? മാറ്റങ്ങൾ ഇങ്ങനെ കാണും. റെഗുലർ ആയിട്ട് എന്ത് ചെയ്യും? സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും, ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ കാണും. അതേപോലെ ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു, അങ്ങനെ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അല്ലെ? കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാമ്യത കാണിക്കുന്നുണ്ട്. എന്താ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ? രാസഗുണം പറഞ്ഞാ നമ്മളെ ഒരു ഉള്ളിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് കത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു കെമിക്കൽ റിയാക്ഷൻ കിടന്ന എന്തൊക്കെ സ്വഭാവം ഉണ്ടാകും. പക്ഷെ ഭൗതിക ഗുണം പറഞ്ഞാലോ പുറമെ കാണുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ്? അത് പ്രവർത്തിച്ചാൽ എന്താണെന്നുള്ളത് കെമിക്കലായി, ഭൗതിക രാസഗുണമായി. അത് പ്രവർത്തിക്കാതെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താണ്? ഭൗതികമാണ്. ഇപ്പൊ എന്താ എക്സാമ്പിള്? ഒരു എന്താണ് പിന്നെ കടലാസ് കഷ്ണം. കടലാസിന്റെ ഭൗതിക ഗുണം പറഞ്ഞാൽ കത്തിക്കാതെ വെക്കുമ്പോ എന്താ അതിന്റെ ഭൗതിക ഗുണം എന്താണ്? പേപ്പറാണ്. അത് എന്താണ്? ഒരു സോളിഡ് പോലെ അല്ലെ സംഭവമാണ്. കത്തിച്ച് ചാരാവൂലേ? അപ്പൊ അത് രാസഗുണായി. സെറ്റാണോ? ഓക്കെ ആണോ?
അപ്പൊ സർ ഇത് ചോദിക്കും എക്സാമിന്, ഇത് ചോദിക്കാൻ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഈ വർഷം ബുക്കിൽ പറയുന്നില്ല. എന്നാലും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിരിക്കുക. അവ ഇങ്ങോട്ട് എക്സാമിന് ചോദിച്ചു എന്താണ് ഹോമോലോഗസ് സീരീസ് ചോദിക്കാണെന്നുണ്ടെങ്കിൽ മേ ബി ചോദിക്കുള്ളൂ. ഇതൊക്കെയാണ് സംഭവം. ഒന്ന് പൊതുവായ വാക്യം കൊണ്ട് എഴുതാൻ വേണ്ടി പറ്റും. ജനറൽ ഫോർമുല ഉണ്ട്. 2 സ്റ്റേജ് ഗ്രൂപ്പിന്റെ ആവർത്തനത്തിൽ 2 പോയിന്റ് മാത്രം പഠിച്ചാൽ 2 മാർക്കിനെ ചോദിക്കുള്ളൂ. രാസഗുണം പൊതുവൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സെറ്റാണോ? ഓക്കെയാണ് സർ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൽക്കൈൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ആൽക്കീൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആൽക്കീൻസ്. സർ ആൽക്കൈൻ അറിഞ്ഞു, ഇനി എന്താണ്? ആൽക്കീൻ. എങ്ങനെ ആൽക്കീൻ മലയാളത്തിൽ എഴുതുക? ആൽക്കീൻ. മലയാളം ഇതില്ല പറഞ്ഞിട്ട് നിങ്ങള് ആൽക്കീൻ. ആൽക്കീൻ. സെറ്റാണോ? എന്താ ആൽക്കീൻസ് പറഞ്ഞ സാറേ? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എടാ നേരത്തെ തന്നെയായിരുന്നു ആൽക്ക്, ഇതെപ്പോഴും ഉണ്ടാവും ആൽക്ക്. പിന്നെന്താണ്? നേരത്തെ ANE ആയിരുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിൽ ശ്രദ്ധിക്കുക. ഇപ്പൊ എന്താണ്? ENE ആണ്. എടാ കാർബണും ഡബിൾ ബോണ്ട് ആണെങ്കിൽ, നിബന്ധനമാണെങ്കിൽ അത്തരം ഹൈഡ്രോ കാർബണിനെ വിളിക്കുന്ന പേരാണ് എന്താ? ആൽക്കീൻ. സെറ്റാണോ? അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഓരോ സ്ട്രക്ചർ കാണുക, കണ്ടൻസ്ഡ് ഫോർമുല കാണുക, മോളിക്കുലാർ ഫോർമുല കാണുക. നിങ്ങൾ ഓക്കെ ആണോ? ഇതിന്റെ കൂടെ ഉണ്ടാവുമോ? സെറ്റ് ആണോ? നോക്കില്ല നമുക്ക്. ഇതാ ഇത്രേ ഉള്ളൂ. ഒരു കാർബൺ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ വരയ്ക്കുക. ഞാൻ പെട്ടെന്ന് വരയ്ക്കുന്നുണ്ട്. എടാ ഒരു കാർബൺ ഉണ്ടാകുമോ? ഞാൻ ഇത് തെറ്റ. 2 കാർബൺ മിനിമം വേണ്ടേ, കാരണം ഡബിൾ ബോണ്ട് ഉണ്ട്. എങ്ങോട്ട് ഡബിൾ ബോണ്ട് ഇടുക? 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എത്ര ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണിത് ആൽക്കീൻ. അപ്പൊ മിനിമം എത്ര ബോണ്ട് വേണം? എത്ര കാർബൺ വേണം? 2 കാർബൺ വേണം. എടാ ഈ കാർബണിൽ എത്ര ബോണ്ട് പോയി? 2 ബോണ്ട് പോയില്ലേ? ഇനി 3 4 3 4. അവിടെ ആര് വരും? ഹൈഡ്രജൻ വരും. ആര് വരും? ഹൈഡ്രജൻ വരും സാറേ, മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ അതിന്റെ കണ്ടൻസർ ഫോർമുല എന്താ? സർ ഒരു സി. എത്ര എച്ച് അതിന്റെ കൂടെ? 2HCH2. എത്ര ബോണ്ടാ? 2 ബോണ്ട്. പിന്നെ ഒരു സി. എത്ര എച്ച് സർ? 2H. അതുകൊണ്ട് CH2 ഡബിൾ ബോണ്ട് CH2. സെറ്റ് ആണോ? ഏടാ മോളിക്കുലാർ ഫോർമുല എന്താ? സർ ആകെത്ര സി? 2C. ആകെത്ര H? 4H. C2H4. സെറ്റ് ആണോ? അല്ലാണ്ട് സർ 3 കാർബൺ ആണെങ്കിലോ? അത് പറഞ്ഞേരി. 3 കാർബൺ എടുത്താ കാർബൺ തമ്മിൽ എന്താണ്? ഡബിൾ ബോണ്ട് ആകണം. അപ്പൊ സർ 3 കാർബൺ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഡബിൾ ബോണ്ട് ഉണ്ടോ? അത് വേണ്ട. ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ മാത്രം ഡബിൾ ബോണ്ട് മതി. സെറ്റ് ആണോ? ഓക്കെ സർ. അപ്പൊ ഇവിടെ 2 പോയില്ലേ? 3 4. എങ്ങോട്ടെങ്കിലും പോയാൽ മതി കേട്ടോ. ഇവിടെ 2 അങ്ങോട്ടും പോയി, 1 അങ്ങോട്ടും പോയി, 3 പോയി. എത്ര പോയിന്ന്? 4. ഇതിന് 1 പോലുള്ളൂ. 2 3 4. ഇവിടൊക്കെ എന്ത് കൊണ്ടുപോയിടുക? എച്ചിനെ കൊണ്ടുപോയിടുക. ഇവിടെ ആരെ കൊണ്ടുപോയിടുക? എച്ചിനെ കൊണ്ടുപോയിടുക. സെറ്റ് ആണ് മക്കളെ? ഓക്കെ ആണ് നിങ്ങൾക്ക്? ഓക്കെ ആണോ? അങ്ങനെയാണ് സർ. എന്താണ് കണ്ടൻസർ ഫോർമുല? എന്തേ കാര്യം? എടാ ഒരു സി. സിന്റെ കൂടെ എത്ര എച്ചാ? 2H ആണ് സർ. CH2. എടാ എത്ര ബോണ്ടാ? ഡബിൾ ബോണ്ട് ആണ്. പിന്നെ അടുത്ത സി അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അടുത്ത സി. സിനോട് എത്ര എച്ചാ? ഒരൊറ്റ എച്ച് ഉള്ളൂ സർ. CH ഉള്ളൂ. എത്ര ബോണ്ടാ? 1 ബോണ്ട് അല്ലേ? എടാ ഈ സിന്റെ കൂടെ 2 ബോണ്ട് ഇങ്ങോട്ട് 2 1 ബോണ്ട് എച്ചിലേക്ക്. മനസ്സിലാവുണ്ടല്ലോ? അതായത് 2 ബോണ്ട് ഈ സിന്റെ കൂടെ 2 ബോണ്ട് ഇങ്ങോട്ട് 1 എച്ചിലേക്കും 3 1 ബോണ്ട് ഇങ്ങോട്ടാ? അത് അങ്ങോട്ടും പോയി 4 അതാണ് നോക്കുക. സെറ്റ് ആണോ? ഓക്കെ. പിന്നെന്താ? CH അല്ലെ? 2 3 4 പിന്നെന്താണ്? നമ്മുടെ സി. ഈ സി ഉണ്ട്. ഈ സി ആണ്. സിന്റെ എത്ര എച്ചാ? 3H. CH3. എടാ ഈ സിന്റെ കൂടെ നമ്മൾ പറഞ്ഞ ശരിയാണോ? ഈ സിന്റെ കൂടെ എത്ര ബോണ്ട് പോകുന്നുണ്ട്? 2 ബോണ്ട് ഇങ്ങോട്ട് 1 ബോണ്ട് അങ്ങോട്ട് 3 1 ബോണ്ട് എച്ചിലേക്ക് 4. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല എന്താ? മോളിക്കുലാർ ഫോർമുല വളരെ സിമ്പിൾ ആണ്. ആകെ എത്ര സി ആണ് സർ? ആകെ എത്ര സിയാ? C3. ആകെ എത്ര എച്ച് ആണ്? 2 3 4 5 6. C3H6 ആണ് സർ. C3H6. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു വെക്കുക. പക്ഷെ മോളിക്കുലാർ ഫോർമുല എങ്ങനെ വരും? C4H8. C4H8 എന്ന് വരും. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. ഓക്കെ ആണോ? എടാ ഇവിടെയും ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ? C2H4, C3H6, C4H8 ഉണ്ടോ? എന്തെങ്കിലും കോമൺ തിങ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നെന്താ വന്നത്? C2H4.
രണ്ടാമത് വന്നത് C3H6, മൂന്നാമത് വന്നത് C4H8. എന്തെങ്കിലും കോമൺ ഫാക്ടർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ. എത്ര സി ആ കൂടി പോണത്? ഒരു സി. എത്ര എച്ച് കൂടി പോണത്? 4 ന് 6 H2. ഒരു CH2 ഗ്രൂപ്പിന്റെ ആവർത്തനം ഇവിടെയും കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട് സാർ. CH2 ഗ്രൂപ്പിന്റെ ആവർത്തനം ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ CH2 ഗ്രൂപ്പിന്റെ ആവർത്തനം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് എന്താണ്? ഒരു ഹോമോലോഗസ് സീരീസ് ആണ്. ഹോമോലോഗസ് സീരീസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ജനറൽ ഫോർമുല, ഒരു പൊതു സമവാക്യം കൊണ്ട് എഴുതാൻ വേണ്ടി പറ്റും. ആ പൊതു സമവാക്യം എന്താണ് സാർ? നേരത്തെ CnH2n +2 അല്ലായിരുന്നോ? ഇവിടെ CnH2n +2 ഇല്ല, CnH2n. സർ അങ്ങനെ പറഞ്ഞാൽ പോരെ, ഇത് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യണം. എടാ സിമ്പിൾ നോക്കിക്കോളൂ, ഒരു 3 കാർബൺ ഉണ്ട്. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല കാണാം. ഈ കശ ഉപയോഗിച്ചാൽ പോരെ. n പറഞ്ഞെന്താ? നമ്പർ ഓഫ് കാർബൺ. അപ്പൊ C3 എന്നോട് 3 കൊടുത്തു. H അതേപോലെ എഴുതി, 2 അതേപോലെ കോൺസ്റ്റന്റ്. n എത്രയാണ്? 3 അല്ലേ? 2 × 3. അപ്പൊ C3 2 × 3 6 C3H6. എടാ 3 കാർബൺ ആകുമ്പോൾ C3 അല്ലേ? C3H6 അല്ലേ? 3 കാർബൺ ആയപ്പോ C3H6 അല്ലേ കിട്ടിയത്? ഇതാ നമ്മളിവിടെ ചെയ്താണ്. 3 കാർബൺ ആയപ്പോൾ നോയിക്കോളൂ. എവിടെയാണ് നമ്മള്? ഇതാ 1 മിനിറ്റ്. 3 കാർബൺ ആയപ്പോൾ സർ നമ്മൾ എഴുതിയതാണ്. 3 കാർബൺ ആയപ്പോൾ ഇതാ ഇവിടെ 3 കാർബൺ ആയിരുന്നു. ഇത് ആൽക്കൈൻ ആണ് അല്ലേ? നമ്മൾ ആൽക്കീനിലേക്ക് വരട്ടെ. സോറി ട്ടോ, ആൽക്കീല 3 കാർബൺ ആയപ്പോൾ C3H6 ആയിരുന്നു അല്ലേ? അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇതാ 3 കാർബൺ ആയപ്പോൾ C3H6 ഇവിടെ കിട്ടി. സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ, മനസ്സിലായി. അപ്പൊ എന്താണ് ഇതൊരു ഹോമോലോ, ഇത് ഇവിടെ എന്താണ് അതേപോലെ തന്നെ എന്താണ് നേരത്തെ അതേ സാധനം തന്നെ. ഇതൊരു ഹോമോലോഗസ് സീരീസ് ആണ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യും? ഒരു ജനറൽ ഫോർമുല ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് CH ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഭൗതികഗുണത്തിൽ സാരമായ വ്യത്യാസം കാണും. രാസഗുണങ്ങളിൽ എന്ത് കാണും? ഒരു സമമായ പ്രകടനം കാണിക്കൂല്ലേ? ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു. രാസഗുണങ്ങളിൽ എന്ത് ചെയ്യുന്നു? സാമ്യം പ്രകടിപ്പിക്കുന്നു. ഒരേപോലെ കാരം. രാസഗുണം എല്ലാവരും ഒരേപോലെ കാരം. രാസഗുണം പറഞ്ഞ കാരം അത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവങ്ങളൊക്കെ ഒരേപോലെ കാരം. പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വ്യത്യസ്തം ഉണ്ടാവും. ചെറുതായ മാറ്റങ്ങൾ ഇങ്ങനെ മാറി തോന്നുന്നു. ക്ലിയർ ആണോ? പക്ഷെ അതിനെ കുറിച്ചെങ്കിൽ ഈ ലാസ്റ്റ് പോയിന്റ് എന്റെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പോയിന്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഹോമോലോഗസ് സീരീസ് വരാൻ വളരെ ചാൻസ് കുറവാണെങ്കിൽ ഈ വർഷ ബുക്കിൽ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ പഠിച്ചു പോയാൽ എന്തേ ഉള്ളൂ? നമ്മൾ ഈ വർഷത്തെ ഓർഗാനിക് കെമിസ്ട്രി ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ അല്ലേ? നിങ്ങൾ സ്കൂളിൽ ഒന്നും എടുത്തു തരൂല. നേരെ എന്ത് ചെയ്യും? നെയ്മിങ്ങിലേക്കാണ് പോകും. നോമൻക്ലേച്ചർ, നാമകരണത്തിലേക്കാണ് പോകും. മനസ്സിലാവുണ്ടല്ലോ? അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഓക്കെ സർ, ഞങ്ങൾക്ക് സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽക്കൈൻ, ഇംഗ്ലീഷ് മര്യാദ ശ്രദ്ധിക്കുക. ആൽക്കൈൻ കൊണ്ട് ഉദ്ദേശിച്ചത് ആൽക്ക എല്ലാത്തിലും ഉണ്ടാകും. ഫസ്റ്റ് ANE ആയിരുന്നു, പിന്നെ ENE ആയിരുന്നു, ഇപ്പൊ YNE ആണ് ആൽക്കൈൻ. മലയാളം മഴക്കാർ ശ്രദ്ധിക്കുക. എങ്ങനെ ആൽക്കൈൻ എഴുതാ? ആൽക്കൈൻ എന്താണ്? ആൽക്കൈൻ. എന്താ ആൽക്കൈൻ എന്ന് പറഞ്ഞ സാറേ? 2 കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ത്രിബന്ധനമാണെങ്കിൽ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത്തരം ആളുകളെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻ. സെറ്റ് ആണോ? ഓക്കെ ആണോ? ആ സർ, മനസ്സിലായി. ഓക്കെ ആണ്, സെറ്റ് ആണ് അല്ലേ? അപ്പൊ നോക്ക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഇതാ 2 കാർബൺ, ട്രിപ്പിൾ ബോണ്ട് അതിന്റെ ഘടന സ്ട്രക്ചർ വരച്ചു. 3 പോയില്ലേ? അപ്പൊ ഒന്നും ഇങ്ങോട്ടും മതി അല്ലെ? ഇന്ന് 3 ഇങ്ങോട്ട് പോയി 4. അവിടെയൊക്കെ എന്തിട്ടു? H ഇട്ടു സാർ. അങ്ങനെയാണെങ്കിൽ കണ്ടൻസർ ഫോർമുല ചെറുതാക്കുക. സിന്റെ കൂടെ ഒരു H, ട്രിപ്പിൾ ബോണ്ട്, സിന്റെ കൂടെ ഒരു H. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല ആകെ എത്ര സിയാ? 2. ആകെ എത്ര H? 2. C2H6 C2H2 അല്ലെ? അങ്ങനെയാണെങ്കിൽ 3 ആണെങ്കിലോ? 3 ആണെങ്കിൽ നോക്കിക്കോളൂ. എന്താടാ 3 ആണെന്നുണ്ടെങ്കിൽ ഇതാ C അല്ലേ? എന്താണ്? 3 കാർബൺ ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2 കാർബൺ തമ്മിൽ എന്ത് ചെയ്യുക? 3 ബോണ്ട് ഇടുക. മറ്റേ സിംഗിൾ ബോണ്ട് ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിന് 3 പോയില്ലേ? 1 ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് 3 4 പോയി. ഈ കാർബണിന്ന് 3 ഇങ്ങോട്ടും പോയി, 4 പോയി ഇടണോ? ഇടേണ്ട ആവശ്യമില്ല. പിന്നെന്താണ്? ഇവിടെ 1 പോലുള്ളൂ. 2 3 4. ഇവിടെ ആരെ കൊണ്ടുപോയിടുക? H നെ കൊണ്ടുപോയിടുക. ആരെ കൊണ്ടുപോയിട്ടു?
നമ്മൾ ആരെ കൊണ്ടുപോയിട്ടു? എച്ചിനെ കൊണ്ടുപോയിട്ടു. തീലേ ഇട്ടു. അങ്ങനെയാണ് സർ. കണ്ടൻസ് ചെയ്യ് സർ, കണ്ടൻസ് ചെയ്യ്. എന്താടാ ഒരു സി, അതിന്റെ കൂടെ ഒരു എച്ച് ഉള്ളൂ, സി എച്ച്, ട്രിപ്പിൾ ബോണ്ട്. പിന്നെ ഈ സി മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ എച്ച് ഇല്ല സർ. പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ആണ് സർ. പിന്നെ അടുത്ത സി ഉണ്ട് സർ, അതിന്റെ കൂടെ എത്ര എച്ച് ഉണ്ട്? 3 എച്ച് ഉണ്ട് അല്ലേ? അപ്പൊ സി എച്ച് ട്രിപ്പിൾ ബോണ്ട്, സി സിംഗിൾ ബോണ്ട്, സി എച്ച് 3. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര സി ആണ്? 3 സി. ആകെ എത്ര എച്ചാ? 1, 4 എച്ച്, C3H4. എന്താണ്? C3H4 അല്ലേ? ഇവിടെ 3 എച്ചും ഇവിടെ എച്ച് 4 ഉള്ളൂ. C3H4. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത എന്ത് വരടാ? അടുത്ത നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. C4H6 ഇത് കിട്ടും. C4H6 എന്ന് കിട്ടും അല്ലേ? ഒരു സി കൂടി പോകുന്നു, 2 എച്ചും കൂടി പോകുന്നു. ഇതൊരു ഹോമലോഗസ് ആണ്. CH2 ഗ്രൂപ്പിന്റെ ഇവിടെ ഒരു കോമൺ എന്താ ഫാക്ടർ അല്ലാതെ? ഒന്ന് C2H2, C3H4, C4H6 അല്ലേ? അല്ലടാ, ആണ് സർ, ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോയിക്കോളൂ, ഇവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ സർ? എനി കോമൺ ഫാക്ടർ ഹിയർ? എന്തെങ്കിലും ഒരു കോമൺ തിങ്സ് ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ. ഒന്നാമത് C2H3 അല്ലേ? ഒന്നാമത്തത് C2H3 അല്ലായിരുന്നോ? ഇവിടെ നോക്കിക്കോളൂ, ബോർഡിലേക്ക് നോക്കിക്കോളൂ. C3 അല്ലെ, C2H2, സോറി, C2H2 അല്ലെ? ഇവിടെ എച്ചോ അവിടേക്ക് എച്ചുള്ളൂ. അപ്പൊ C2H2 ആയിരുന്നു ഒന്നാമത്തത്. C2H2. രണ്ടാമത്തത് C3H4 ആണ് സർ. C3H4 ആണ്. മൂന്നാമത്തത് എന്തായിരിക്കും? C4H6 ആയിരിക്കും. C4H6 ആയിരിക്കൂലേ? എടാ 4 കാർബൺ അല്ലേ? 4 കാർബൺ വരച്ചു നോക്കുക. ഒരു കാർബണിൽ മാത്രം ട്രിപ്പിൾ ബോണ്ട്, 4 കാർബൺ വരച്ചു അല്ലെ? 4 കാർബൺ. എടാ ഈ കാർബൺ എത്ര ബോണ്ട്? ഒരു ബോണ്ട്, 3 അങ്ങോട്ട് വയ്ക്കണേ. ഇവിടുന്ന് 3 ഒന്ന് വയ്ക്കണം, ഇനി വേണ്ട. ഇവിടേക്ക് 2 പോരെ? 1, 2, 3, 4 ഇവിടെ 3 വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് 1, 2, 3, 4, 5, 6 അല്ലേ? C4H6 സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്ത് കോമൺ ആടാ? ഇവിടെയും ഒരു സിയും 2 എച്ചും അല്ലേ? H2 H4 ആകല്ലേ? കോമൺ ഫാക്ടർ, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. നിങ്ങൾ മാത്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാവും, അരിത്മെറ്റിക്സിൽ പഠിക്കുന്നതാവും പൊതുവ്യത്യാസം അല്ലേ? അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഇത്രയാണ് CH2. അപ്പൊ ഇത് എന്താണ്? ഒരു ഹോമലോഗസ്. CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണോ അംഗങ്ങൾ തമ്മിൽ? അതൊരു ഹോമലോഗസ് സീരീസ് ആണ്. ഹോമലോഗസ് സീരീസ് ആണെങ്കിൽ സർ ഒരു പൊതുസമവാക്യം ഉണ്ടായിരിക്കും, കോമൺ ഫോർമുല ഉണ്ടായിരിക്കും. അതെന്താടാ? ഒന്നാമത് CnH2n+2 ആയിരുന്നു, രണ്ടാമത് CnH2n ആയിരുന്നു, ഇവിടെ CnH2n -2. സർ മനസ്സിലായി, പഠിക്കാൻ സുഖാണ്. ഒന്നാമത്തത് +2 ആയിരുന്നു അവസാനിച്ചത്, പിന്നെ ഒന്നുമില്ലായിരുന്നു, 0 ആയിരുന്നു, പിന്നെ -2 ആണ്. ഇവിടെ മാത്രമേ മാറുള്ളൂ. സെറ്റ് ആണോ? ഓക്കെ. അങ്ങനെയാണ് സർ നിങ്ങൾ പറഞ്ഞ കോമൺ ഡിഫറൻസ്, ജനറൽ ഫോർമുല സത്യമാണോ? ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കാം. എടാ 3 കാർബൺ ആണെങ്കിൽ 3 കാർബണിന്റെ കേസ് ചെയ്ത് നോക്കാം. എന്താ ഇക്വേഷൻ? CH2n+2 അല്ലേ? അങ്ങനെയാണെങ്കിൽ C3H2 n എത്രയാണ്? 3 അല്ലേ? അല്ലേ? പിന്നെ മൈനസ് ആണ്, -2. എടാ C3H എന്താ? 2 × 3 6, 6 - 2 4. C3H4 എത്ര കിട്ടിയില്ലേ? C3H4 സർ ശരിയാണ്. അപ്പൊ എക്സാമിന് നമ്മൾ പറഞ്ഞു 100 കാർബൺ ആണ് പറഞ്ഞു. 100 കാർബൺ എക്സാം പറയാണ്. 100 കാർബൺ ആണെങ്കിലോ അപ്പൊ ആൻസർ കിട്ടുക നമ്മൾ തന്നെ C100 ചെയ്ത് നോക്കുക. H എന്താണ്? 2 × 100 അല്ലേ? പിന്നെ -2. അപ്പൊ എങ്ങനെ ചെയ്യാ? C100 ഫസ്റ്റ് ഗുണിക്ക. 2 × 100 200. 200 2 കുറക്കുക. എത്ര? 2 കുറച്ചാല് 198 അല്ലേ? അല്ലടാ, അല്ലേ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? സർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. സെറ്റ് ആണല്ലോ. ആൽക്കെയിൻ പഠിച്ചു, ആൽക്കീൻ പഠിച്ചു, ആൽക്കൈൻ പഠിച്ചു. ENE ഫസ്റ്റ് ANE സിംഗിൾ ബോണ്ട് ഏകബന്ധനം.
പിന്നെ ENE ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കുക, ആൽക്കീൻ. പിന്നെ YNE ആൽകൈൻ. അപ്പൊ സർ ഒന്നാമത്തെ എന്തായിരുന്നു? ആൽകൈൻ ആണ്. മലയാളം മീഡിയം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽകൈൻ ആണ്, ആൽകൈൻ. ANE ആണ്, പിന്നെ ENE ആണ്, പിന്നെ YNE ആണ്. അപ്പൊ ഇതെന്താടാ? ഇതെന്താ? ഇവിടെ എന്താ സർ പറയുന്നത്? ഇവിടെ എന്താ പറയുന്നത്? എടാ ഇവിടെ സിമ്പിൾ ആണ്. നോമൻക്ലേച്ചർ, നാമകരണം. നമ്മൾ കുറെ ആൾക്കാരെ പഠിച്ചില്ലേ? CH2, CH3, CH4 ഇങ്ങനെ പഠിച്ചില്ലേ? ഫസ്റ്റ് സ്ട്രക്ചർ പഠിച്ചു, പിന്നെ കണ്ടൻസ്ഡ് ഫോർമുല പഠിച്ചു നമ്മൾ. കണ്ടൻസ്ഡ് ഫോർമുല സർ, കണ്ടൻസ്ഡ് ഫോർമുല അതെന്താ സാധനം? എന്താ ഇവിടെ നമ്മളൊരു കണ്ടൻസ്ഡ് ഫോർമുല പഠിച്ചില്ലേ? CH ഡബിൾ ബോണ്ട് CH, CH ട്രിപ്പിൾ ബോണ്ട് C, CH3. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പേരിടും. കുട്ടി നമ്മൾ ഉണ്ടാക്കി, ഘടന ഫസ്റ്റ് എന്ത് ചെയ്യും? കയ്യും കാലൊക്കെ വെച്ചു ഒരു കുട്ടിനെ ഉണ്ടാക്കി അല്ലെ? കയ്യും കാലൊക്കെ വെച്ച് കൊടുത്തു, ഒരു കുട്ടി വളർന്നു വന്നു. ആ കുട്ടിക്ക് എന്തിടണം? പേരിടണം സർ. എന്തിടണം? പേരിടണം. അതാണിത്. കുട്ടിക്ക് പേരിടണ കർമ്മ ആണോ ഒരു കുട്ടി? ഈ കുട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ കുട്ടിക്കല്ല, നമ്മുടെ ഹൈഡ്രോ കാർബൺ ആയി നമുക്ക് എന്ത് ചെയ്യാം? നോമൻക്ലേച്ചർ, പേരിടുക, നാമം കൊടുക്കുക. ഇപ്പൊ എന്റെ പേര് സാലിസാറാ, അതേപോലെ നിങ്ങളുടെ പേര് പല കുട്ടികളും കാണുന്നുണ്ടാവും. അപ്പൊ അതേപോലെ ഈ ഹൈഡ്രോ കാർബൺ എന്ത് വേണം? പേരിടണം. അപ്പൊ എന്തിനൊക്കെ പേരിടണം? ആൽക്കൈൻ ഇടണം, ആൽക്കീൻ ഇടണം, ആൽകൈൻ ഇടണം. സെറ്റാണോ? അടിപൊളിയാണോ? മനസ്സിലാവുന്നുണ്ടോ? എന്റെ കൂടെ പോന്നോട്ടെ. സെറ്റ് അല്ലേ? ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ കാണടാ? ഇതെന്താ? തേർഡ് നമ്പർ ഓഫ് കാർബൺ, വേർഡ് റൂട്ട് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകും ഇല്ലേ? C1, C2, C3. അതായത് മക്കളെ, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു കാർബൺ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും, ഇവിടെ ഉണ്ട്, മെത്ത്. എന്താണ്? മെത്ത്. ശ്രദ്ധിച്ചോളൂ. ഒരു കാർബൺ മാത്രമാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുക സിംഗിൾ കാർബൺ. അല്ലെങ്കിൽ ഒരു CH2, CH3, CH2 കണ്ടു നമ്മൾ എന്ത് കണ്ടു? CH2, CH3 സിംഗിൾ ബോണ്ട്, CH2, CH3 ഇങ്ങനെ കണ്ടു വിചാരിച്ചോളൂ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3. അപ്പൊ 3 കാർബൺ ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പ്. മനസ്സിലായോ? പ്രൊപ്പ്. അപ്പൊ 2 ആണെങ്കിലോ? ഇതില്ലെങ്കിലോ? 2 ഉള്ളൂ. അതിനാണെങ്കിൽ മെത്ത്, എത്ത്. ഈത്ത് എന്ന് മലയാളത്തിൽ പറയും. മെത്ത് ഇവിടെ മലയാളത്തിൽ പറയുന്നുണ്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്. പിന്നെ 4 ബ്യൂട്ട്. എന്താണ്? ബ്യൂട്ട്. ഇവിടെ അവിടെ പറയുന്നു, മലയാളത്തിലും പറയുന്നുണ്ട്. എന്താണ്? ബ്യൂട്ട്. ക്ലിയർ ആണല്ലോ? 5 ആണെങ്കിലോ സർ? 5 ആണെങ്കിൽ പെന്റ്. പെന്റ്. സർ 6 ആണെങ്കിലോ? ഹെക്സ്. ഹെക്സ്. മലയാളത്തിലൂടെ പറയുന്നുണ്ട്, നോക്കിക്കോളൂ. ഹെക്സ്. 8 7 ആണെങ്കിലോ? ഹെപ്റ്റ്. എന്താണ്? ഹെപ്റ്റ്. ഹെപ്റ്റ്. 7 കാർബൺ ഉണ്ടെങ്കിൽ ഒരു ചെയിനിൽ 7 ഉണ്ടെങ്കിൽ, ഇതിങ്ങനെ 7 ഉണ്ടെങ്കിൽ ഹെപ്റ്റ് പറയും. സർ 8 ആണെങ്കിൽ എന്താ? ഒക്ട്. 8 എന്താണ്? ഇവിടെ കാണിക്കുന്നുണ്ടോ? ഒക്ട്. കണ്ടോ? ഒക്ടോബർ എന്ന് മനസ്സിലാക്കിയത്. ഒക്ട്. ഒക്ട്. സർ 9 ആണെങ്കിലോ? നൺ. NON. NON. നൺ. സർ 10 ആണെങ്കിലോ? ഡെക്ക്. ഇത് അവിടെ കാണിക്കുന്നുണ്ടാവും. ഡെക്ക് അല്ലെ? ഡിസംബർ എന്ന് കാലിച്ചാൽ മതി. ഡെക്ക്. ഇത് കാണാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ? ഒന്നെന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഫസ്റ്റ് കൂടെ ഡൗട്ട്, മെത്താണോ എത്താണോ ഫസ്റ്റ്? ഫസ്റ്റ് മൈ, ഫസ്റ്റ് ഞാൻ, പിന്നെ ജ് അല്ലെ? ഫസ്റ്റ് ഞാന്, പിന്നെ ഫസ്റ്റ് മൈ. അപ്പൊ എമ്മോട് എടുക്കുന്നത് മെത്താണ് ഫസ്റ്റ്, പിന്നെയാണ് എത്ത്. മലയാളത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നോ? മീത്ത്, ഈത്ത് എന്ന് പറയും കേട്ടോ. മീത്ത് എന്ന് പറഞ്ഞ് മെത്ത് പറയാൻ ശരി തന്നെയാണ്, അല്ലെങ്കിൽ ഈത്ത്. പിന്നൊക്കെ ശരിയാ. പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. മലയാളം ഇംഗ്ലീഷ് ഒരേ പോലെ തന്നെ വായിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പക്ഷെ ഫസ്റ്റ് രണ്ടെണ്ണം മാത്രം മീത്ത്, ഈത്ത് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മെത്ത്, എത്ത് എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ പറയുള്ളൂ. ക്ലിയർ ആണോ സർ? നാമകരണം പഠിച്ചു. എന്താണ്? മെത്സ്, യെറ്റ്സ്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ക്ലിയർ ആണോ? ഓക്കെ സർ, സിമ്പിൾ ആണ്. അതൊക്കെ എന്തിനാ പഠിച്ച്? പേരിടാൻ പഠിച്ചാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് നെയിമിംഗ് ഓഫ് അൺബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ. ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബണിന്റെ നാമകരണത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബണിന്റെ നാമകരണമാണ്. സെറ്റാണോ? ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബണിന്റെ നാമകരണം. പക്ഷെ ശാഖ ഇല്ലാത്ത എന്നാല്
എടാ ശാഖ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പഠിച്ചത് CH3 CH2 ഇങ്ങനെ നമ്മൾ കണ്ടുള്ളൂ അല്ലെ, ഒരൊറ്റ സിംഗിൾ ചെയിനെ കണ്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടെ ഇവിടെ ഇതുണ്ടാവല്ലോ കേട്ടോ, നമ്മൾ പഠിക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചോ CH2 CH3 ഇങ്ങനെ ശാഖ പഠിച്ചോ, കൊമ്പും ചില്ലിയും പഠിച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിച്ചോ? ഇല്ലല്ലോ, അതില്ല. ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, നേരെ ശാഖയൊന്നുമില്ല ചില്ലൊന്നുമില്ല ബ്രാഞ്ച് ഒന്നും ഇല്ലാത്ത നേരെയുള്ള ആൾക്കാരെ പേര് പഠിക്കാൻ പോവാണ് ഹൈഡ്രോ കാർബണിന്റെ. അതിൽ ഒന്നാമത് പഠിക്കണ ആരെ കുറിച്ചാ? ഒന്നാമത് പഠിക്കുന്നത് ആൽക്കൈൻ. ആൽക്കൈൻ പറഞ്ഞെന്താണ് സർ? മനസ്സിലായിട്ടുണ്ട്. കാർബണും സിംഗിൾ ബോണ്ട് ഇല്ല ആൾക്കാരെ പേരിടാൻ പഠിക്കാണ്. ആൽക്കൈൻ ആണെന്നുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള സൂത്രമാണ് ഇത്. ഫസ്റ്റ് വേർഡ് റൂട്ട് എന്താ? മെത്ത് എത്ത് പ്രൊപ്പ് അടിച്ചില്ലേ, പദമൂലം പറഞ്ഞതാണ്. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ് എക്ട് ഒപ്റ്റ് നണ് ഡെക്ക്. അങ്ങനെയാണെങ്കിൽ ആൽക്കൈനെ പേരിടാണെങ്കിൽ എടാ ഒന്നാമത്തെ ആളാരാ? ആൽക്കൈനിൽ എന്തേകരം? ആൽക്കൈൻ പറഞ്ഞ സിംഗിൾ ബോണ്ട് അല്ലേ, കാർബണും സിംഗിൾ ബോണ്ട് അല്ലേ, നമ്മൾ ഇങ്ങനെയല്ലേ ഘടന വരച്ചിരുന്നത് അല്ലെ? ഒറ്റ കാർബൺ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ വരിക. ഇതിന്റെ കണ്ടൻസർ ഫോർമുല എന്താ വരിക? സിറങ്ങൾക്ക് അറിയാം, ഒരു സിയും 4 H-ഉം. അപ്പൊ ഇതിന്റെ പേരെങ്ങനെ ഇടുക? എടാ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ആണെങ്കിൽ എന്താ വിളിക്കുക? മെത്ത്. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്. പിന്നെ അതിന്റെ കൂടെ എന്ത് കൂട്ടണം? ANE. എന്ത് വിളിക്കും? മീത്തൈൻ. എന്താണ്? മീത്തൈൻ. അപ്പൊ ഈ സാധനത്തിന്റെ പേരെന്താ? ഇതിന്റെ സ്ട്രക്ചർ ആണ്, ഘടനയാണ്, കണ്ടൻസർ ഫോർമുലയാണ്. അതിന്റെ പേരെന്താണ്? മീത്തൈൻ. എന്താണ്? മീത്തൈൻ. സെറ്റ് ആണോ? മീത്തൈൻ ആണ് പേര്. ഓക്കെ ആണോ? അതിന്റെ പേരെന്താണ്? മീത്തൈൻ. അപ്പൊ സർ ഞങ്ങൾ എങ്ങനെ മലയാളത്തിൽ എഴുതാ? എടാ മീത്ത് എന്നാണ് ഫസ്റ്റ്. മീത്ത് പ്ലസ് എന്താണ്? എയിൻ എന്ന് കൂട്ടി തീർക്കണം. മീത്ത് പ്ലസ് എയിൻ അല്ലേ? അത് നമ്മൾ മലയാളത്തിലാവുമ്പോ അത് കൂട്ടിയപ്പോ എങ്ങനെ വരിക? മീത്തൈൻ. ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ ചിഹ്നം വരണം. ഈ ചിഹ്നം ഇവിടെയും ഇതും വരണം. മീത്തൈൻ. എന്താണ്? മീത്തൈൻ. ഇംഗ്ലീഷിലാണെങ്കിൽ മീത്തൈൻ. സെറ്റ് ആണോ? അപ്പൊ സർ വേറെ എന്തുണ്ടെങ്കിലോ? വേറെ ഒന്ന് പറഞ്ഞേരി. കാർബണും രണ്ട് കാർബൺ ഉണ്ടെങ്കിലോ? സിംഗിൾ ബോണ്ട് തന്നെയാണ്, പക്ഷെ 2 കാർബൺ ഉണ്ടെങ്കിലോ എന്താ? എത്രണ്ണം പോകും? ഇത്രണ്ണം പോകില്ലേ? ഇവിടെ H, ഇവിടെ H, ഇവിടെയും വെച്ച് സർ, ഇവിടെയും വെച്ച് അല്ലേ? അതേപോലെ ഇവിടെയും വെച്ച്. അങ്ങനെയാണെങ്കിൽ ഒരു CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ എന്താ സർ പേര് വരിക? 2 അല്ലേ? 2 നമ്മൾ എന്ത് പറയും? ഈത്ത് അല്ലേ? 2 നമ്മൾ പറയും ഈത്ത് അല്ലേ? ഈത്ത്. പിന്നെന്താണ്? അല്ലെങ്കിൽ എത്ത്, ഈഥൈൻ. പിന്നെ ANE അല്ലേ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ എന്ത് കൂട്ടണം? ANE അല്ലേ? അപ്പൊ ഈഥൈൻ. മനസ്സിലാവുണ്ടോ? സെറ്റ് ആണോ? ഈഥൈൻ. എന്താണ് പേര്? ഈഥൈൻ. ഇവിടെ എന്താ പേര്? മീത്തൈൻ. ഇവിടെ എന്താണ്? ഈഥൈൻ. അപ്പൊ സർ ഇംഗ്ലീഷ് മീഡിയക്കാർ മലയാളം മീഡിയക്കാർ എന്താ ചെയ്യാ? മലയാളം മീഡിയത്തിൽ ഇവിടെ ഈത്ത് ഇങ്ങനെ എഴുതാ. ഈത്ത് സർ, ഈത്ത് പ്ലസ് എയിൻ ആണ്. ഈത്ത് പ്ലസ് എയിൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ എഴുതും? ഈഥൈൻ. എന്താണ്? ഈഥൈൻ. അത് 3 ഉണ്ടെങ്കിലോ? പ്രൊപ്പല്ലേ? പ്രൊപ്പൈൻ. 4 ഉണ്ടെങ്കിൽ ബ്യൂട്ടൈൻ. 5 ഉണ്ടെങ്കിൽ പെന്റൈൻ. 6 ആണെങ്കിൽ ഹെക്സൈൻ. 7 ആണെങ്കിൽ ഹെപ്റ്റൈൻ. 8 ആണെങ്കിൽ ഒക്ടൈൻ. 9 ആണെങ്കിൽ നൊണൈൻ എന്നൊക്കെ പറയും അല്ലെ? 10 ആണെങ്കിൽ ഡെക്കൈൻ. ഇതാണ് ഡെക്കൈൻ. ഒന്നുമില്ല, പദമൂലം കൂട്ടുക, അവിടെ എന്ത് കൂട്ടുക? എയിന് കൂട്ടുക. സിമ്പിൾ അല്ലേ? അതാണ് ശാഖകളില്ലാത്ത ആൽക്കൈനിന്റെ നാമകരണം. ശാഖകളിൽ വേറെ പഠിക്കും കേട്ടോ, ശാഖകളിത് വേറെ പഠിക്കും. പേരിടാൻ പഠിച്ചോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? അടിപൊളിയാണോ? ഓക്കെ സർ, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ആൽക്കീനിന്റെ പഠിച്ചു നോക്കാം. ആൽക്കീൻ സർ, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ കാർബണും ഡബിൾ ബോണ്ട് വരുന്നല്ലേ? ആണ്. അതിന്റെ ശാഖകളില്ലാത്ത പഠിക്കാം. അപ്പൊ സർ ഇവിടെ എന്തോ പറയണ്ടല്ലോ, നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഗെറ്റ്സ് മിനിമം നമ്പർ. അതാണ് സംഭവം. മനസ്സിലാകും. എടാ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കാർബൺ ഒരാളുണ്ട്, നമ്മൾ ഡബിൾ ബോണ്ട് അല്ലേ?
ഇതാ ഘടന ഫസ്റ്റ് വരച്ചു നോക്കാം. പേരിടാൻ പോകട്ടോ. എങ്ങനെ പേരിടാ? പേരിടുമ്പോ ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമുള്ളൂ. എന്താണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് ഫസ്റ്റ് പോകാം. എങ്ങനെ പേരിടുക? ഫസ്റ്റ് നമുക്ക് സ്ട്രക്ചർ വരച്ചു നോക്കാം. സ്ട്രക്ചർ വരക്കുക, ഘടന വരക്കുക. ഞാൻ ഘടന വരക്കുന്നുണ്ട്, നോക്കിക്കോളൂ. 2 കാർബൺ ഡബിൾ ബോണ്ട് ആണ്, ആൽക്കീൻ ആണ്. 2 ബോണ്ട് അങ്ങോട്ട് പോയി, പിന്നെന്താണ് ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഒരു ബോണ്ട് ഇങ്ങനെ. അവിടെ കാര് വരും, എച്ച് വരും. ഇവിടെ കാര് വരടാ, എച്ച് വരും. സർ മനസ്സിലായി? അങ്ങനെ ഇതിന്റെ കണ്ടൻസ് ഇതാ ഒരു സി, 2H CH2, പിന്നെ ഡബിൾ ബോണ്ട് അല്ലേ. പിന്നെന്താടാ ഒരു സി, എത്ര എച്ചാ? 2H, അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2. സർ ഇതിന്റെ പേരങ്ങൾ എങ്ങനെ ഇടുക? അതിന്റെ പേരാണ് വേർഡ് റൂട്ട് പൊസിഷൻ ഓഫ് കാർബൺ ഡബിൾ ബോണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് എവിടെ വരുന്നത്? അതിന്റെ പൊസിഷൻ നമ്മൾ എഴുതണം. പൊസിഷൻ എവിടെയെന്ന് കാണിക്കണം. പിന്നെന്താണ് പ്ലസ് ഈൻ. ക്ലിയർ ആണല്ലോ? ഇവിടെ പ്ലസ് നിങ്ങൾ എന്ത് ചെയ്ത് ഇടരുത്. ഇവിടെ എന്ത് ചെയ്യണം? ഒരു ബാർ ഇടണം കേട്ടോ. അവിടെ പ്ലസ് അല്ല, ഒരു ഹൈഫൺ, ബാർ അല്ല സോറി, ഹൈഫൺ ആണ് കേട്ടോ. ഹൈഫൺ, പ്ലസ് അല്ല ഹൈഫൺ ആണ് കേട്ടോ. ഒരു ഹൈഫൺ ആണ്. സർ എന്താ നോക്കിക്കോളൂ. ഇതിന്റെ പേരെന്താ? വേർഡ് റൂട്ട് ആണ് ഫസ്റ്റ്. എത്ര വേർഡ് റൂട്ട്? എന്താ പദമൂലം? എന്താ 2 അല്ലേ? അപ്പൊ ഈത്ത്. സർ മനസ്സിലായി? ഈത്ത്. പിന്നെന്താ പറഞ്ഞത്? കാർബണിന്റെ സ്ഥാനം ഇവിടെ പറയുന്നുണ്ട്. നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് വേ ദാറ്റ് ഡബിൾ ബോണ്ട് ഗെറ്റ്സ് മിനിമം നമ്പർ. അതായത് നമ്മൾ നമ്പർ ഇടാൻ പഠിക്കണം. കാർബൺ നമ്പർ ഇടണം. എങ്ങനെ നമ്പർ ഇടാ? ഇവിടെ എത്ര കാർബണാ? 2 കാർബൺ അല്ലേ? അപ്പൊ ഞാന് ഒരു നിൽക്കുന്ന ഒന്നെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇടാം. ഇതേ പറ്റുള്ളൂ. അത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ 1 2, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ അപ്പോഴും 1 2. ഇവിടെ പറയണത് നമ്പർ ഇടുമ്പോ കാർബണിന് ഡബിൾ ബോണ്ട് വരുന്ന സ്ഥാനം നമ്പറിൽ ഏറ്റവും ചെറിയ സ്ഥാനത്തായിരിക്കണം. എടാ ഒന്നാമത്തെ കാർബൺ തന്നെ ഡബിൾ, ഇവിടുന്ന് വരുമ്പോ ഒന്നാമത്തെ കാർബൺ തന്നെ ഡബിൾ ബോണ്ട് വരുന്നില്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ആണെങ്കിലോ അപ്പോഴും ഒന്നാമത്തെ കാർബൺ തന്നെ ഡബിൾ ബോണ്ട് വരുന്നില്ലേ? മനസ്സിലായോ? അതായത് ഇവിടെ നമ്പർ ആണെങ്കിൽ 1 2, അപ്പോ കാർബണിന്റെ ഡബിൾ ബോണ്ട് ഒന്നാമത്തെ കാർബൺ തന്നെ വരുന്നുണ്ട്. ഇനി അവിടെ കിട്ടുകയാണെങ്കിലോ അപ്പോഴും ഒന്നാമത്തെ കാർബൺ വരുന്നുണ്ട്. അപ്പോ കാർബൺ നമ്പർ ഇടുമ്പോ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ എന്താക്കണം? ചെറിയ നമ്പർ വരുന്ന രീതിയിൽ ഇടണം. സർ മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞു. എടാ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3. ഇതേ നമ്പർ ഇടുക. എടാ എനിക്ക് ഇവിടെ നമ്പർ ഇടാൻ പറ്റുമോ? 1 2 3. അങ്ങനെ ഇടുമ്പോ എന്താ പ്രശ്നം എനിക്ക് അറിയോ? 1 കഴിഞ്ഞ് രണ്ടാമത്തെ കാർബൺ എന്നാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അങ്ങനെ പറ്റൂല. ഞാൻ ഇവിടെ വരുമ്പോ നോക്കിയോളി, 1 2 3 ഇടുമ്പോ ഒന്നാമത്തെ കാർബൺ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്പറാണ് ശരി. അവിടുന്ന് ഇങ്ങോട്ട് പറ്റുമോ? പറ്റൂല. കാരണം ഡബിൾ ബോണ്ടിന് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. മനസ്സിലായോ? അതാണ് ഉദ്ദേശിച്ചത്. ആ സർ മനസ്സിലായി. അങ്ങനെയാണ് ഇതിന്റെ പേരെങ്ങനെയാണ്? എത്ത് വേർഡ് റൂട്ട് പറഞ്ഞു. പിന്നെ പൊസിഷൻ ഓഫ് കാർബൺ, കാർബൺ ഡബിൾ ബോണ്ട് സ്ഥാനം എവിടെയാണ്? 1 2. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്നൊക്കെ സെയിം ആണ്. ഒന്നാമത്തെ കാർബൺ അല്ലേ? അപ്പൊ ഒരു ഹൈഫൺ ഇടുക. പിന്നെന്താണ്? 1 ഇടുക, ഒരു ഹൈഫൺ ഇടുക. അതായത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയില് അക്കങ്ങൾ വരുന്ന ഭാഗത്തുമ്പോൾ എന്തിടണം? 2 അക്കത്തിന്റെ അപ്പുറത്ത് ഇംഗ്ലീഷ് വാക്കാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തിടണം? ഹൈഫൺ ഇടണം എന്നാണ് അർത്ഥം. വെറുതെ ഇടണല്ല. അപ്പൊ എത്ത് 1, ലാസ്റ്റ് ചേർക്കണം ഈൻ അല്ലെ? എത്ത് 1 ഈൻ. അല്ലെങ്കിൽ മലയാളത്തിലെ കുട്ടികൾ എങ്ങനെ എഴുതും? ഈത്ത് ഹൈഫൺ 1 ഈൻ. പഠിച്ചോ? സെറ്റാണോ? ഇവിടെ 1 നമ്മൾ കാണിക്കാറുണ്ടോ? എടാ നമ്മള് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോ ശരിക്കും എന്താണ്? 1x² എന്നാണ് നമ്മൾ 1 പറയാറുണ്ടോ? 1 ആവുമ്പോ 1x എന്താണ്? എക്സ് തന്നെയാണ്. 1നോട് എന്ത് ഗുണിച്ചാലും അത് തന്നെയാണ്. അപ്പൊ 1ന്റെ സ്ഥാനം അവിടെ എന്ത് ചെയ്യില്ല? കാണിക്കൂല. 1ന്റെ സ്ഥാനം ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല? കാണിക്കൂല. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് ശ്രദ്ധിക്ക, 1ന്റെ സ്ഥാനം നമ്മൾ എവിടെയും കാണിക്കാത്തത് കൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്താം? ഈ 1നെ കാണിക്കേണ്ട ആവശ്യമില്ല. 1 അണി മാത്രം ഇട്ടോ, 2 അണി കാണിക്കണം. എത്തീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഈത്തീൻ മലയാളത്തിൽ പറയും. ഈ എന്നല്ലേ? ഈ ചിഹ്നല്ലേ? ഈത്തീൻ. 1 ആയിട്ട് പറയില്ല. അപ്പൊ സർ ഇതിനെങ്ങനെ നമ്പർ ഇടാ? ഇതിനെ പേര് വിളിക്കുക. എടാ ഇത് ഇവിടുന്ന് നമ്പർ ഇടാണെങ്കിൽ 1 2 3 ഒന്നാമത്തെ ഇവിടെ നമ്പർ ഇടാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ കാർബൺ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഡബിൾ ബോണ്ട് വരുന്നത്.
ഇവിടെ നമ്മൾ എന്താണ് ഒന്നാമത്തിന് വരുന്നുണ്ട്. അപ്പൊ ഈ മേലത്തെ നമ്പറിങ് എന്താണ് തെറ്റാണ് അല്ലേ? മേലത്തെ നമ്പറിങ് തെറ്റാണ്. എന്തുകൊണ്ടാ? കാർബണിന് നമ്പർ ഇടുമ്പോ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയിൽ ആയിരിക്കണം. അപ്പൊ നോയിക്കോളൂ എങ്ങനെ ഇടുക? ഇവിടുന്ന് അങ്ങോട്ടല്ലേ പേരിടുക. അപ്പൊ എന്താ ഇതിനെന്തേനോ പ്രൊപ്പല്ലേ? എത്ര? 1 2. കാർബൺ എത്ര? വേർഡ് റൂട്ട് എത്ര? 3 അപ്പൊ പ്രൊപ്പ് എന്താണ്? പ്രൊപ്പ്. പ്രൊപ്പ് ഒന്നാമത്തെ കാർബൺ എന്നല്ലേ? അപ്പൊ പ്രൊപ്പ് 1 അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ 1 കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രൊപ്പീൻ. മലയാളത്തിലാണെങ്കിലും പ്രൊപ്പ് 1 എന്ന് കാണിക്കുക, അല്ലെങ്കിൽ പ്രൊപ്പീൻ എങ്ങനെ എഴുതുക? പ്രൊപ്പ് ഞാൻ അപ്പുറത്തെ പേജിൽ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇങ്ങനെ എഴുതുക പ്രൊപ്പ്. പ്രൊപ്പ് 1 ഈൻ അല്ലെങ്കിൽ എന്ത് പറയും? പ്രൊപ്പീൻ. പ്രൊപ്പീൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പൊ സർ അപ്പൊ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം രണ്ടാമത്തെ സ്ഥാനത്ത് വരികയാണെങ്കിലോ അതെപ്പോഴാ സർ വരിക? ആ ക്വസ്റ്റ്യൻ കൂടി വാണിക്ക് ഒന്ന് പറഞ്ഞു നോക്കാൽ എന്ത് ചെയ്യാ നമുക്ക് അത് അടുത്ത പാഠം എന്ത് ചെയ്യാ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ പറയാം. അതായിരിക്കും ബെറ്റർ. ഓക്കെ ആണോ? അതായിരിക്കും ഏറ്റവും ബെറ്റർ. സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പറയാനുള്ളത് ആൽക്കൈൻ ആണ്. എന്താണ്? ആൽക്കൈൻ. ഓക്കെ, ശ്രദ്ധിക്കല്ലേ, നോക്കി നോക്കല്ലേ, സെറ്റ് അല്ലേ? ഇനി വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞു പോ, എനിക്കൊരു സുഖമല്ല, ഞാൻ പറയായിട്ട്. നോക്കിക്കോളൂ എങ്ങനെയാണ് സാർ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരിക? അതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞു തരുമോ? സെറ്റാക്കി തരുമോ? അല്ലേ? സെറ്റാക്കി തരുമോ? നോക്കാം. നമ്മൾ ക്ലാസ് കഴിയാനായിട്ടോ, ക്ലാസ് ഇപ്പൊ കഴിയൂട്ടോ. ഒന്നും കൂടി ഒറ്റ കാര്യം കൂടി എന്തെങ്കിലും നമുക്ക് പറയാനേ ഉള്ളൂ കേട്ടോ. നോക്കിക്കോളൂ എങ്ങനെയാണ്. ഇതാ CH2 ഡബിൾ ബോണ്ട്. CH ഇവിടെ ഡബിൾ ബോണ്ട് കാണിക്കണ്ട, സിംഗിൾ ബോണ്ട്. അവിടെ എന്ത് ചെയ്യും? CH3 വരും കേട്ടോ. ഇതെങ്ങനെ വരുന്നത് സർ? അത് നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പൊ ഇതിന്റെ ഘടന എങ്ങനെ വരയ്ക്കുക? കണ്ടൻസർ ഫോർമുല എന്നിട്ട് എന്ത് ചെയ്യും? ഘടന വരക്കാനൊക്കെ പറയും. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? അത് ക്വസ്റ്റ്യൻ എക്സാം എങ്ങനെ വരിക? ഇതെങ്ങനെ വന്നത്? ഇത് നമ്മൾ ഘടന വരക്കുക. ഒരു C എത്ര H? 3H. അപ്പൊ CH 3H ഇടും. മനസ്സിലാവണ്ടോ? ഞാൻ അതൊക്കെ ഡൗട്ട് ഉണ്ടാവും ചില കുട്ടികൾക്ക്. ഇതിന്റെ ഘടന എങ്ങനെ വരക്കുക സർ? ഇതാ ഒരു C ഇവിടെ 3 ആണെന്നുണ്ടെങ്കിൽ 3H കാണിക്കണം. 3H. ഒരു സീന്റെ കൂടെ 3H. പിന്നെ സിംഗിൾ ബോണ്ട് അല്ലേ? ആ സിംഗിൾ ബോണ്ട് കാണിച്ചു. പിന്നെ C അല്ലേ? C എത്ര H ആണോ? ഒരു H ഉള്ളൂ. 2 ബോണ്ട് കാണിച്ചു. എന്നിട്ട് CH കാണിച്ചു. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CH കാണിച്ചു. 2 ബോണ്ട് അങ്ങോട്ട് പോയി, ഒന്നും ഇങ്ങോട്ടും പോയി. അടുത്തത് 2 3 4 CH 2 CH3 1 2 3 4. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സർ ഇതിന്റെ ഘടന എങ്ങനെ വരയ്ക്കുക നിങ്ങള്? ഇതാ ഈ സീന്റെ കൂടെ എത്ര H? 3H. പിന്നെ അടുത്ത C വരച്ചു. അവിടെ എത്ര H? ഒരു H കാണിച്ചു. പിന്നെ ഡബിൾ ബോണ്ട് കാണിച്ചു. പിന്നെ ഒരു C, ഒരു H കാണിച്ചു. ആ H കാണിച്ചു. പിന്നെ ഒരു സിംഗിൾ ബോണ്ട് കാണിച്ചു. പിന്നെ ഒരു C. പിന്നെ എത്ര H? 2H. അപ്പൊ ഇവിടെ H കാണിച്ചു. പിന്നെ എത്ര? ഒരു H, ഒരു C ആണ്. അതിന്റെ കൂടെ എത്ര H? 3H ഉണ്ട് സർ. 3H കാണിച്ചു. ഘടന നമുക്ക് വരച്ചൂടെ? ഘടന വരക്ക സിമ്പിൾ അല്ലേ? ഈ സിന്റെ കൂടെ എത്ര H? 3H. പിന്നെ ഈ വര കാണിച്ചു. അടുത്ത C എത്ര H ഉള്ളു? ഒരു H ഉള്ള H അടി കിട്ടു. ഡബിൾ ബോണ്ട് കാണിച്ചു. അടുത്ത C, ആ C കാണിച്ചു. എത്ര H? ഒരു H. പിന്നെ അടുത്ത C, ആ C കാണിച്ചു. എത്ര H? 2H. പിന്നെ ലാസ്റ്റ് C എത്ര H? 3H. സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഘടന വായിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഡൗട്ടിലെ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്. അതായത് അങ്ങനത്തെ കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഘടന തരും, സ്ട്രെച്ച് തരും, കണ്ടൻസ് ഫോർമുല എഴുതാൻ വേണ്ടി പറയും. കണ്ടൻസ് ഫോർമുല തരും, ഘടന വരക്കാൻ വേണ്ടി പറയും. അതൊക്കെ എന്ത് ചെയ്യാം? കൂടുതൽ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം കേട്ടോ. ജസ്റ്റ് പഠിച്ചു വെച്ചാൽ ഇത്ര മാത്രം പഠിച്ചാൽ മതി. അടുത്ത പാട്ടും ഇടും. ആ പാട്ടിൽ എന്ത് ചെയ്യും? ഈ ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ കൂടിയും ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇതിന്റെ പേരെങ്ങനെ സർ? പേരെങ്ങനെ സർ ഇടുക? എവിടെയാണ് നമ്പർ? ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ ഞാൻ ഇവിടെ നമ്പർ ഇട്ട് നോക്കാണ്. ഞാൻ നമ്പർ ഇവിടെ നിന്ന് ഇട്ട് നോക്കാണ്. നോക്കിക്കോളൂ. 1 2 3 കാർബൺ നമ്പർ ഇടാം. 4 5. എത്രാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് വരുന്നത്? രണ്ടാമത്തെ കാർബൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? മാറ്റിയാണ്. വേറെ രീതിയിലും കാർബൺ നമ്പർ ഇട്ട് നോക്കാണ്. ഇവിടെ നിങ്ങൾ ഇട്ട് നോക്കാണ്. 1 2 3
4 5. ഇവിടുന്ന് ഇടുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടുമ്പോ മൂന്നാമത്തെ കാർബൺ എന്നാ വരുന്നത്. എടാ ഏതാ ശരി? മിനിമം നമ്പർ കിട്ടണം ആർക്ക്? കാർബൺ എന്ത് ചെയ്യണം? മിനിമം നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം. കിട്ടണ്ടേ? മിനിമം നമ്പർ, ചെറിയ നമ്പർ കിട്ടുന്ന കാർബണ്. ഇവിടെ മൂന്നാമത്തെ വരില്ല, ഇവിടെ രണ്ടാമത്തെ വരില്ലേ? അപ്പൊ ഇതാണ് ശരി. രണ്ടാമത്തിന് വരുന്നുണ്ട്, ഇവിടെ മൂന്നാമത്തിന് വരുന്നുള്ളൂ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഈ നമ്പറിങ് എന്താണ്? തെറ്റാണ്. ഈ നമ്പറാണ് ശരി അല്ലെ? അതിന് ഇതിന്റെ പേരെങ്ങനെ ഇടുക? എത്ര കാർബൺ? 1 2 3 4 5. അപ്പൊ പദമൂലം വേർഡ് റൂട്ട് പെന്റ്. ഹൈഫൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം 2. ഹൈഫൺ ഈ കൂട്ടിച്ചേർക്കുക. പെന്റ് 2 ഈൻ. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എഴുതുന്നത് പെന്റ് 2 ഈൻ. മനസ്സിലായോ? അപ്പോൾ പെന്റീൻ പറയോ? പറയില്ല. എന്തുകൊണ്ടാ? ഇവിടെ 2 ആണ്, 1 അല്ല. ഓക്കെ സർ, മനസ്സിലായി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആൽക്കൈൻ, ആൽക്കൈനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്താണ്? കാർബണിന്റെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഇവിടെ ആൽക്കൈൻ എന്താണ്? കാർബണും കാർബണും 3 ബോണ്ട് ഉള്ളതാണ് സർ ആൽക്കൈൻ. അതിന്റെ പേരാണ് പഠിക്കുന്നത്. അതിന് തന്നെയാണ് എന്ത്? ഫസ്റ്റ് പദമൂലം. പിന്നെ കാർബണിന്റെ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനത്ത് എന്താവും? ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം. ഇവിടെയൊക്കെ എന്താ മക്കളെ? ഇവിടെയൊക്കെ ഹൈഫൺ ആണ് കേട്ടോ, മാറിപ്പോയതാണ്. ഇവിടെയൊക്കെ ഹൈഫൺ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അല്ല എന്തല്ല, പ്ലസ് അല്ല കേട്ടോ. ഓക്കെ, നേരത്തെ ഡബിൾ ബോണ്ട് പോലെ തന്നെയാണ്, ആൽക്കീന്റെ പോലെ തന്നെയാണ്. പക്ഷെ എന്ത് മാറുന്നുണ്ട്? ഇവിടെ YNE ആണ്, മറ്റൊരു തരുന്നു ENE ആയിരുന്നു. ഇവിടെ ഐനാണ്, മറ്റൊരു തരുന്നു ഈനായിരുന്നു. അത്രേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾ സർ പറയും. എക്സാമ്പിൾ പറയും സർ. ഇത്രേ ഉള്ളൂ. CH3 സിംഗിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH2CH3. ഇതാണ് ഇതിന്റെ പേരിടി. എങ്ങനെ പേരിടുക സർ? നാം ഫസ്റ്റ് നമ്പർ ഇടണം സർ, നമ്പർ ഇടണം അല്ലെ? ഫസ്റ്റ് നമ്പർ ഇടണ്ടേ, എന്നാലേ പറ്റുള്ളൂ. മിനിമം നമ്പർ ആർക്ക് കിട്ടണം? ട്രിപ്പിൾ ബോണ്ടിന് മിനിമം നമ്പർ വരുന്ന രീതിയിലായിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ നമ്പർ ഇട്ട് നോക്കാണ്. 1 2 3 4 5. നമ്പർ ഒന്നെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ഇതേ പറ്റുള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോ 1 2 3 4 5. നേരെ ഇങ്ങോട്ട് ഇടാണെങ്കിലോ? നേരെ ഇങ്ങോട്ട് ഇടാണെങ്കിലോ സർ? അപ്പോഴെങ്ങനെ വരിക? അതും കൂടി ഒന്ന് പറഞ്ഞേരി. ഇവിടെ നിന്നിട്ടാണെങ്കിൽ എന്താണ്? 1 2 3 4 5. ശ്രദ്ധിക്കുക, ഡബിൾ ബോണ്ട് ചെറിയ നമ്പർ വരണ്ടേ? ഇവിടെ 2ൽ നിന്നാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴോ 3ൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ ചെറിയ നമ്പറിൽ നിന്ന് 2ൽ നിന്ന് സ്വീകരിക്കുക. അപ്പൊ എങ്ങനെ പേരിടുക? സിമ്പിൾ, വളരെ സിമ്പിൾ. വളരെ സിമ്പിൾ അല്ലടാ, വളരെ സിമ്പിൾ അല്ലേ? എങ്ങനെ പേരിടുക? എങ്ങനെ പേരിടുക? സിമ്പിൾ. എന്താ നോയിക്കോളൂ. ആകെ എത്ര കാരണം? 1 2 3 4 5. അപ്പൊ 5ന് പെന്റ്. 5ന് എന്താണ്? പെന്റ്. ഹൈഫൺ, ഹൈഫണാ പറഞ്ഞത്, ഹൈഫൺ. ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം, പൊസിഷൻ ഓഫ് എന്താണ്? ട്രിപ്പിൾ ബോണ്ട് കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് എന്താണ്? 3 എത്രാമത്തെ സ്ഥാനത്താണ്? 2ാമത്തെ സ്ഥാനത്തല്ലേ? 2. YNE ഐൻ. മലയാളത്തിൽ എങ്ങനെ എഴുതുക? പെന്റ് പെന്റ് ഹൈഫൺ 2 ഐൻ. പെന്റ് 2 ഐൻ. ഇത്രേ ഉള്ളൂ. ഏത് സ്ഥലം കിട്ടൂലേ? സിമ്പിൾ അല്ലേ? ശാഖ ഉണ്ടോ? അങ്ങോട്ട് കൊണ്ട് ശാഖ പോകുന്നുണ്ടോ? അങ്ങോട്ട് അടിക്കടിക്കും വരുന്നാത്ത പോലെ ചില്ല വരുന്നുണ്ടോ? ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ അതിൽ ഇനി പഠിക്കോ? സിറ പഠിക്കും. ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ വേറെ പഠിക്കും. ഇത് അൺബ്രാഞ്ചഡ് ആണ്. നെയിം ഓഫ് അൺബ്രാഞ്ചഡ്, ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബൺ ആണ്. പഠിച്ചോ? സെറ്റ് ആണോ? ഇക്വേഷൻ ക്ലിയർ ആണോ? അടിപൊളിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ആൽക്കൈൻ പഠിച്ചു, ആൽക്കീൻ പഠിച്ചു, ആൽക്കൈൻ പഠിച്ചു, അതിന്റെ സ്ട്രക്ചർ പഠിച്ചു, ഘടന അല്ലെ? ഘടന പഠിച്ചു, കണ്ടൻസ്ഡ് ഫോർമുല പഠിച്ചു, മോളിക്കുലാർ ഫോർമുല പഠിച്ചു, ജനറൽ ഫോർമുല പഠിച്ചു. പഠിച്ചില്ലേ? പിന്നെ ഇതിന്റെ എന്ത് ചെയ്തു? പേരിടാനും പഠിച്ചു, നോമൻക്ലേച്ചറും പഠിച്ചു. ഇത്രയും പഠിച്ച കുട്ടിക്ക് ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ ചാപ്റ്ററിന്റെ പക്ക ബേസും കിട്ടി, ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റും കിട്ടി. ഓക്കെ ആണോ? അടുത്ത ക്ലാസ് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ അല്ലേ? എന്ത് ചെയ്യാ? അടിപൊളിയായിട്ട് പഠിച്ചിരിക്കട്ടോ. ഓക്കെ, താങ്ക് യു.